الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد. അടുത്ത ബാബു റജ എന്ന അധ്യായമാണ്. കഴിഞ്ഞ അധ്യായത്തിൽ അല്ലാഹു തആലയെ കുറിച്ചുള്ള പേടി അൽ ഖൗഫ് എന്നതിനെ കുറിച്ചായിരുന്നു നവവി റഹിമഹുല്ലാഹ് വിശദീകരിച്ചത്, ഹദീസുകൾ ഉദ്ധരിച്ചത്. ഖൗഫുമായി ബന്ധമുള്ള, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയവുമായി ബന്ധമുള്ള മറ്റൊരു ഇബാദത്താണ്, മറ്റൊരു സ്വഭാവമാണ് അല്ലാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ, റജ എന്നുള്ളത്. ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. അല്ലാഹുവിനെ കുറിച്ച് പേടി മാത്രം പോരാ. ചില മുൻഗാമികൾ പറഞ്ഞതായി കാണാം, അൽ ഖൗഫ് വർ റജാ ലിൽ മുഅ്മിൻ, ഒരു മുഅ്മിന് ഖൗഫും റജാഉം എന്ന് പറയുന്നത് കൽ ജനാഹൈനി ലിത്തൈർ, ഒരു പക്ഷിക്ക് രണ്ട് ചിറകുള്ളത് പോലെയാണ്. ഒരു പക്ഷിക്ക് ഒരു ചിറക് കൊണ്ട് മാത്രം പറക്കാൻ സാധിക്കുകയില്ലല്ലോ. അതുപോലെയാണ് ഒരു വിശ്വാസിക്ക്, ഒരു മുഅ്മിനിന് ഖൗഫും റജാഉം, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയവും പ്രതീക്ഷയും രണ്ടും ആവശ്യമാണ്. ഭയം മാത്രമായാൽ എന്ത് സംഭവിക്കും? നിരാശ വരും, അങ്ങനെ ഇബാദത്തുകൾ ഉപേക്ഷിക്കും. പ്രതീക്ഷ കൂടിപ്പോയാലും ഒരാൾ ഇബാദത്തുകൾ അവസാനിപ്പിക്കും. കാരണം എനിക്കൊന്നും ആവശ്യമില്ല, അള്ളാഹുവിന്റെ റഹ്മത്തുണ്ട്, അള്ളാഹു പുറത്തു വരും എന്നുള്ള പ്രതീക്ഷ പരിധി വിടാനും പാടില്ല. അപ്പൊ ഇത് രണ്ടും ആവശ്യമാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാം, ചെറുപ്പത്തിൽ, യുവത്വത്തിൽ, ആരോഗ്യമുള്ള പ്രായത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി കൂടുതലാക്കാൻ ശ്രമിക്കുക. കാരണം തെറ്റുകൾ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പ്രായമായി വരുമ്പോ, മരണം ഒക്കെ അടുത്തെത്തുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ വർദ്ധിപ്പിക്കുക. കാരണം ആ സമയത്ത് പാപങ്ങൾ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. മറിച്ച് അള്ളാഹുവിനെ കുറിച്ച് നിരാശ വന്നാൽ മരണം മോശമായ അവസ്ഥയിലാകാൻ സാധ്യതയുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് മനസ്സിൽ ഇഷ്ടമില്ലാത്ത അവസ്ഥയിൽ മരിക്കാനിടയുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് അള്ളാഹുവിനെ കുറിച്ച് പ്രതീക്ഷയുണ്ടാക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കുക എന്നൊക്കെ പറഞ്ഞതായിട്ട് കാണാം. ഏതായിരുന്നാലും ഇത് രണ്ടും ഒരു മുഅ്മിന് ആവശ്യമാണ്. ഇനി അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ എന്ന് പറയുമ്പോൾ അതുമായി ബന്ധമുള്ള മറ്റൊരു വാക്ക് ശറഇൽ, ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കും. ആക്ഷേപിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്വഭാവമാണ് തമന്നി എന്ന് പറയുന്നത്, അള്ളാഹുവിനെ കുറിച്ചുള്ള വ്യാമോഹം. അതിനെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. റജാഉം തമന്നിയും തമ്മിൽ വ്യത്യാസമുണ്ട്, അത് വേർതിരിച്ച് മനസ്സിലാക്കണം. എന്താണ് റജാ എന്ന് പറഞ്ഞാൽ? റജാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് അമല് ചെയ്യുന്നതിനാണ് റജാ എന്ന് പറയാം. അള്ളാഹു സ്വീകരിക്കും, അവന് പ്രതിഫലം തരും, അവൻ പാപങ്ങൾ പുറത്തു തരും എന്നൊക്കെ പ്രതീക്ഷ വെച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക, അതാണ് റജാ. ദീൻ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് അതാണ്. നേരെ മറിച്ച് അലസതയും മടിയും ഒരാൾക്കുണ്ട്, അതിന്റെ കൂടെ ആ അലസതക്ക് ഒരു ന്യായീകരണമായി കൊണ്ടുള്ള പ്രതീക്ഷ, അതിനാണ് തമന്നി എന്ന് പറയുന്നത്, വ്യാമോഹം എന്ന് പറയുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിച്ചിട്ടുള്ള കാര്യമാണ്. വലാകിന്നൽ ആജിസ്, അശക്തനായ മനുഷ്യൻ, ഒന്നിനും കൊള്ളാത്തവൻ ആരാണ്? മൻ അത്ബഅ നഫ്സഹു ഹവാഹ, സ്വന്തം മനസ്സിന് ആഗ്രഹമുള്ളതെല്ലാം അതിന് കൊടുത്തുകൊണ്ടിരിക്കും, മനസ്സിൽ തോന്നുന്നതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് വതമന്ന അലല്ലാഹിൽ അമാനി, അതിന്റെ കൂടെ ഒരുപാട് സ്വപ്നങ്ങൾ, അള്ളാഹുവിൽ നിന്ന് എനിക്കത് കിട്ടും, ഇത് കിട്ടും എന്നുള്ള ആഗ്രഹങ്ങൾ. ഇത് ഒരു പരാജയപ്പെട്ട മനുഷ്യനാണ്, ആജിസാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിച്ചിട്ടുള്ളതാണ്. റജാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞതാണ്. അള്ളാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കും, നമ്മുടെ പാപങ്ങൾ പുറത്തു തരും, നമ്മുടെ അവസാനം നന്നാക്കി തരും, സ്വർഗം നൽകും എന്നൊക്കെയുള്ള പ്രതീക്ഷയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള സൽക്കർമ്മങ്ങളും. ഈ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിൽ കുറെ ആയത്തുകൾ കാണാം. നബി റഹിമഹുല്ലാഹ് അതിൽ ചില ആയത്തുകളോട് ഉദ്ധരിച്ചിട്ടുണ്ട്. ഖാല അല്ലാഹു തആല ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, എന്റെ അടിമകളെ, ഖുൽ നീ പറയുക, യാ ഇബാദി എന്റെ അടിമകളെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ആത്മാവിനെതിരെ, സ്വന്തം നഫ്സിനെതിരായി ഇസ്റാഫ് കാണിച്ചിട്ടുള്ള, അഥവാ പാപങ്ങൾ ധൂർത്തടിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള, ധാരാളം പാപങ്ങൾ ചെയ്തിട്ടുള്ള എന്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നിങ്ങൾ നിരാശരാകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു തആല പാപങ്ങളെല്ലാം പൊറുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവനാണ് അൽ ഗഫൂർ അർ റഹീം. അല്ലാഹുവിന്റെ രണ്ട് ഇസ്മുകളാണ്, അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട രണ്ട് ഇസ്മുകളാണ്, അങ്ങേയറ്റം പൊറുക്കുന്നവൻ, അങ്ങേയറ്റം റഹ്മത്ത് ചെയ്യുന്നവൻ. അപ്പൊ അല്ലാഹു തആല ഈ ആയത്തില് അവനെക്കുറിച്ച് പ്രതീക്ഷ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു വിഭാഗത്തെ കുറിച്ചാണ് പറയുന്നത്. അവരെയാണ് വിളിക്കുന്നത്. അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ എപ്പോഴാണ് നഷ്ടപ്പെടുക? പാപങ്ങൾ ചെയ്യുമ്പോഴാണ്. ഒരുപാട് തെറ്റ് ചെയ്തു പോയി, ഇനി രക്ഷയില്ല എന്ന് മനുഷ്യൻ ചിന്തിക്കാൻ സാധ്യതയുണ്ട്.
അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ വിളിച്ചിട്ടാണ് പറയുന്നത് ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നിങ്ങൾ നിരാശരാകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. തൗബ ചെയ്താൽ ഏത് പാപവും അള്ളാഹു തആല പുറത്തു കൊടുക്കും. ഇത് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതയാണ്. മനുഷ്യന് തൗബ ചെയ്യാനുള്ള വാതിൽ ഇസ്ലാം തുറന്നു കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഹദീസുകൾ ഇനി കൂടുതൽ വരും. അപ്പൊ ഇത് അള്ളാഹുവിനെ കുറിച്ച് ഒരാളും നിരാശരാകേണ്ടതില്ല എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. വഖാല തആല, അള്ളാഹു തആല പറഞ്ഞു, വഹൽ നുജാസി ഇല്ലൽ കഫൂർ, നിഷേധിയായിട്ടുള്ള കാഫിറായിട്ടുള്ള ആളെ അല്ലാതെ നാം ശിക്ഷിക്കുമോ? അപ്പൊ അള്ളാഹു ശിക്ഷിക്കുക കാഫിറുകളെയാണ്. അവന്റെ ഏറ്റവും കടുത്ത ശിക്ഷ ഉണ്ടാകുന്നത് നിഷേധികൾക്കാണ്. മുഅ്മിനീങ്ങളോട് അള്ളാഹു റഹ്മത്താണ് ചെയ്യുക. ഇതും പ്രതീക്ഷ ഉണ്ടാക്കുന്ന ഒരായത്താണ്. ഇതിന്റെയൊക്കെ വിശദാംശങ്ങൾ അടുത്ത ഹദീസുകളിലൊക്കെ വരും. അപ്പൊ നമുക്ക് പറയാം. വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, ഇന്നാ ഖദ് ഊഹിയ ഇലൈനാ, നമുക്ക് വഹ്യ് നൽകപ്പെട്ടിരിക്കുന്നു. അമ്പിയാക്കൾക്ക് അല്ലാഹു വഹ്യ് കൊടുത്തിരിക്കുന്നു. എന്താണ്? അന്നൽ അദാബ അലാ മൻ കദ്ദബ വതവല്ല, അല്ലാഹുവിന്റെ അദാബ് നിഷേധിക്കുകയും തിരിഞ്ഞു കളയുകയും ചെയ്തവർക്കാണ്. അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത, അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് അമൽ ചെയ്യാതെ തിരിഞ്ഞു കളഞ്ഞ നിഷേധികൾക്കാണ് അള്ളാഹുവിന്റെ അദാബ് അവൻ ഒരുക്കി വെച്ചിട്ടുള്ളത്. വഖാല തആല, അള്ളാഹു തആല പറഞ്ഞു, വറഹ്മതി വസിഅത് കുല്ല ഷൈ, എന്റെ റഹ്മത്ത് എല്ലാ വസ്തുക്കളെയും വലയം ചെയ്തിരിക്കുന്നു, എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായിരിക്കുന്നു. ഇതൊക്കെ അള്ളാഹുവിനെ കുറിച്ച് പ്രതീക്ഷ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകൾ നോക്കാം. وعن عبادة ابن الصامت رضي الله عنه قال قال رسول الله صلى الله عليه وسلم من شهد أن لا إله إلا الله وحده لا شريك له, ആരാണോ ഈ ഷഹാദത്ത് പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, തൗഹീദിന്റെ ഈ കലിമത്ത് ആരാണോ സാക്ഷ്യം വഹിക്കുന്നത്, വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, മുഹമ്മദ് അല്ലാഹുവിന്റെ അടിമയും റസൂലുമാണ് എന്ന് സാക്ഷ്യം വഹിക്കുന്നത്, വഅന്ന ഈസ അബ്ദുല്ലാഹി വറസൂലുഹു വകലിമതുഹു അൽഖാഹാ ഇലാ മർയമ വറൂഹും മിൻഹു, അതുപോലെ ഈസ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ അടിമയാണ്, റസൂലാണ്, അല്ലാഹു മറിയമിലേക്ക് ഇട്ടുകൊടുത്ത അവന്റെ വാക്കാണ്, കലിമത്താണ്, വറൂഹും മിൻഹു, അല്ലാഹു സൃഷ്ടിച്ച ഒരു ആത്മാവാണ്. അള്ളാഹുവിൽ നിന്നുള്ള ആത്മാവ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സൃഷ്ടിച്ച ഒരു ആത്മാവ് എന്നാണ് അതിന്റെ അർത്ഥം. അതല്ലാതെ അള്ളാഹുവിന്റെ അംശം എന്നല്ല. നാഖത്തുല്ലാഹ്, അള്ളാഹുവിന്റെ ഒട്ടകം, ബലദുല്ലാഹ്, അള്ളാഹുവിന്റെ നാട്, ബൈത്തുല്ലാഹ്, അള്ളാഹുവിന്റെ വീട് എന്നൊക്കെ പറഞ്ഞതുപോലെ ഇതൊക്കെ അള്ളാഹു സൃഷ്ടിച്ച വസ്തുക്കളാണ്. അതുപോലെ റൂഹുല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സൃഷ്ടിച്ച ഒരു ആത്മാവ്. അള്ളാഹു അദ്ദേഹത്തെ പ്രത്യേക രീതിയിൽ സൃഷ്ടിച്ചതുകൊണ്ട് അത് എടുത്തു പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ ഈസാ അലൈഹിസ്സലാമിനെ കുറിച്ച് ഒരാൾ വിശ്വസിച്ചാൽ, അള്ളാഹുവിൽ വിശ്വസിച്ചു, തൗഹീദ് പ്രഖ്യാപിച്ചു, അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിൽ വിശ്വസിച്ചു, ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അടിമയും റസൂലുമാണ് എന്ന് വിശ്വസിച്ചു. അടിമയാണ് എന്ന് പറയുന്നത് നസ്രാണികൾക്കുള്ള മറുപടിയാണ്. നസ്രാണികൾ അദ്ദേഹം ഇലാഹാണെന്നാണ് വിശ്വസിക്കുന്നത്, റബ്ബാണെന്നാണ് വിശ്വസിക്കുന്നത്. റസൂലാണ് എന്നുള്ളത് യഹൂദികൾക്കുള്ള മറുപടിയാണ്. യഹൂദികൾ അദ്ദേഹത്തിന്റെ റിസാലത്ത് നിഷേധിക്കുന്നവരാണ്. അപ്പൊ ഇതൊക്കെ ഒരാൾ വിശ്വസിച്ചാൽ, വഅന്നൽ ജന്നത ഹഖ്ഖുൻ വന്നാറ ഹഖ്ഖുൻ, സ്വർഗ്ഗം സത്യമാണ്, നരകം സത്യമാണ്, ഇത്രയും കാര്യങ്ങൾ ഒരാൾ വിശ്വസിച്ചാൽ എന്തൊക്കെയാണ്? ഒന്നാമത്തേത് കലിമത്തു തൗഹീദ്, രണ്ടാമത്തേത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിലുള്ള ഷഹാദത്ത്, മൂന്നാമത്തേത് ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള ശരിയായ വിശ്വാസം, നാലാമത്തേത് ആഖിറത്തിലുള്ള വിശ്വാസം. ഈ 4 കാര്യങ്ങൾ ആർക്കാണോ ഉള്ളത്, അദ്ഖലഹുല്ലാഹുൽ ജന്നത അലാ മാ കാന മിനൽ അമൽ, അവന്റെ അമല്, അവന്റെ പ്രവൃത്തി എന്തായിരുന്നാലും അവൻ അള്ളാഹു സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. അപ്പൊ നമ്മൾക്ക് അൽഹംദുലില്ലാഹ് ഇത് വിശ്വസിക്കുന്നവരാണ്. അള്ളാഹു തആല നമ്മുടെ ഈമാൻ പൂർത്തിയാക്കി തരട്ടെ. അപ്പൊ ഈ വിശ്വാസമുള്ള ഒരാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിന് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യം എന്താണ്? ഇത് വലിയ പ്രതീക്ഷ ഉണ്ടാക്കുന്ന കാര്യമാണ്. വഅൻ അബീ ദർ റളിയല്ലാഹു അൻഹു, അടുത്ത ഹദീസ്, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു അല്ലാഹു അസ്സ വജൽ, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹ ഔ അസിയദ്, ആരാണോ ഒരു നന്മ ചെയ്യുന്നത് അവന് 10 നന്മകളുടെ പ്രതിഫലമായിരിക്കും. ആ പ്രവൃത്തി 10 പ്രാവശ്യം ചെയ്തതുപോലെ ആയിരിക്കും, അതിൽ കൂടുതലും നൽകാൻ സാധ്യതയുണ്ട്. വമൻ ജാഅ ബിസയ്യിഅ, ആരാണോ ഒരു പാപം ചെയ്തത്, ഫജസാഉ സയ്യിഅത്തുൻ മിസ്ലുഹാ ഔ അഗ്ഫിർ, അവന് ഒരു തെറ്റിന്റെ ശിക്ഷയാണുള്ളത്, ഔ അഗ്ഫിർ, അല്ലെങ്കിൽ അത് പുറത്തു കൊടുക്കാനും സാധ്യതയുണ്ട്. അപ്പൊ നന്മക്ക് ഒന്നുകിൽ 10 ഇരട്ടി പ്രതിഫലം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ. തിന്മക്ക് തുല്യമായ പ്രതിഫലം, അല്ലെങ്കിൽ അത് പുറത്തു കൊടുക്കുക. ഇതാണ് അള്ളാഹുവിന്റെ നിലപാട്. വമൻ തഖറബ മിന്നി ശിബ്റൻ, ആരാണോ എന്നിലേക്ക് ഒരു ചാൺ അടുക്കുന്നത്, തഖറബ്തു മിൻഹു ദിറാഅൻ, അവനിലേക്ക് ഞാൻ ഒരു ദിറാ അടുക്കും. ഒരു ദിറാ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിന്റെ അളവ്, മുട്ടുവരെയുള്ള ഈ അളവിനാണ് ദിറാ എന്ന് പറയാം. മലയാളത്തിൽ എന്താ പറയാ? മുഴം. അപ്പൊ ഇതിനെന്താ പറയാ? ബാ എന്ന് പറയുന്നതിന് 2 കൈയുള്ളതിന് ഇങ്ങനെ ഒരു അളവുണ്ട് അറബിയിൽ, അതിന് ബാ എന്നാണ് പറയാം. ഇതിലൊന്ന് നമ്മൾ മുഴം എന്ന് പറയും, അത് ഇതാണല്ലേ, മുട്ടുവരെയുള്ളതാണ് ഒരു മുഴം. അപ്പൊ ആരാണോ ഒരു ചാൺ എടുക്കുന്നത് അവനോട് ഒരു മുഴം എടുക്കും.
വമൻ തഖറബ മിന്നി ദിറാഅൻ, ആരാണോ ഒരു മുഴം എന്നോട് അടുക്കുന്നത്, തഖറബ്തു മിൻഹു ബാഅൻ, ഞാൻ അവനോട് ഒരു ബാ അടുക്കും. ഒരു ബാ എന്ന് പറഞ്ഞാൽ ഒരു കൈ മുതൽ അടുത്ത കൈ വരെയുള്ള അകലം, നമ്മുടെ ശരീരം ഉൾപ്പെടെയുള്ള അകലം, അത്രയും ഞാൻ എടുക്കും. വമൻ അതാനി യംശി, ആരാണോ എന്റെ അടുത്തേക്ക് നടന്നു വരുന്നത്, അതൈതുഹു ഹർവല, ഞാൻ അവന്റെ അടുത്ത് ഹർവലത്തായിട്ട് വരും. ഹർവലത്ത് എന്ന് പറഞ്ഞാൽ നടത്തത്തിന്റെയും ഓട്ടത്തിന്റെ ഇടയിലുള്ള ആ ഒരു ഓട്ടത്തിനാണ്, അല്ലെങ്കിൽ ആ ഒരു വേഗത്തിനാണ് ഹർവലത്ത് എന്ന് പറയാം. ധൃതിയിൽ അവനോട് അടുക്കും. വമൻ ലഖിയനി ബിഖുറാബിൽ അർദി ഖതീഅതൻ ലാ യുശ്രികു ബി ഷൈഅൻ, ഒരാൾ ഭൂമി മുഴുവൻ പാപങ്ങൾ ചെയ്തു, ശിർക്കൊഴികെയുള്ള എല്ലാ പാപങ്ങളും ചെയ്തു, ലഖീതുഹു ബിമിസ്ലിഹാ മഗ്ഫിറ, അത്രയും മഗ്ഫിറത്ത് ഞാൻ അവൻ അങ്ങോട്ട് കൊടുക്കും. ഈ ഹദീസ് ആശയക്കുഴപ്പം ഉണ്ടാകാവുന്ന ഒരു ഹദീസാണ്. ചില ആളുകൾക്ക് സംശയം തോന്നും, ഒരു ചാണ്, മുഴം, അതുപോലെ തന്നെ നടക്കുക, ഓടുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ അള്ളാഹുവിന്റെ സിഫത്തുകളാണ്. അള്ളാഹുവിന്റെ എല്ലാ സിഫത്തുകളെ കുറിച്ചും അഹ്ലുസുന്നത്തിന്റെ അഖീദ എന്താണ്, സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും അഖീദ എന്താണ്, അത് അതുപോലെ വിശ്വസിക്കുക, വ്യാഖ്യാനിക്കാതിരിക്കുക എന്നാണ്. അള്ളാഹു തആല അടുക്കുമെന്ന് പറഞ്ഞാൽ അടുക്കും, നടക്കുമെന്ന് പറഞ്ഞാൽ നടക്കും. ഹർവലത്തിൽ ധൃതിയിലുള്ള നടത്തം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു നടക്കും. അതെങ്ങനെയാണ് എന്ന് നമ്മൾ ചിന്തിക്കാനേ പാടില്ല. മനുഷ്യന്റെ നടത്തത്തിനോട് താരതമ്യം ചെയ്യാൻ പാടില്ല. അതിൽ മനുഷ്യനല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സൃഷ്ടിയുടെ വേഗത്തിനോട് അതിനെ താരതമ്യം ചെയ്യാൻ പാടില്ല. അള്ളാഹു തആല പറഞ്ഞത്, അവന്റെ റസൂൽ പറഞ്ഞത് അതുപോലെ വിശ്വസിക്കുക. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ അർത്ഥം എന്താണ് ഏതൊരാൾക്കും മനസ്സിലാകും. ഒരു ചാണ് അങ്ങോട്ട് അടുത്താൽ ഒരു മുഴം ഇങ്ങോട്ട് അടുക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന അമലുകൾ അതിൽ കൂടുതലായിരിക്കും അള്ളാഹു നമുക്ക് അതിന് പകരം നൽകുന്ന പ്രതിഫലവും തൗഫീഖും ഒക്കെ. പക്ഷേ അത് ഈ ഹദീസിന്റെ അർത്ഥമല്ല. അർത്ഥം നമ്മൾ ബാഹ്യമായ രൂപത്തിൽ തന്നെ വിശ്വസിക്കുന്നു. അള്ളാഹു നടക്കുമെന്ന് പറഞ്ഞാൽ നടക്കും. അർത്ഥത്തിന്റെ താല്പര്യമാണ്, അതിന്റെ അനന്തരഫലമാണ്. അങ്ങോട്ട് നടന്നു പോകുന്ന ആളുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വേഗത്തിൽ ധൃതിയിൽ വരും ഒരാൾ എന്ന് പറഞ്ഞാൽ അവന് വേണ്ടി ചെയ്യുന്നതിനേക്കാൾ തിരിച്ച് പ്രതിഫലവും തൗഫീഖും ഒക്കെ നൽകുന്നവനാണ് അവൻ എന്ന് വ്യക്തമാണ്. പക്ഷേ ഹദീസിന്റെ അർത്ഥം അതാണെന്ന് പറയാൻ പാടില്ല. ഹദീസിന്റെ അർത്ഥം എന്താണ്? അർത്ഥം അതിന്റെ ബാഹ്യമായ അർത്ഥത്തിൽ തന്നെ, ആ വാക്കിന്റെ ബാഹ്യമായ ഭാഷയുള്ള അർത്ഥം എന്താണ് അത് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ ഇതിന്റെ അനന്തരഫലമാണ് അള്ളാഹു തആല ഒരു മനുഷ്യന് കൂടുതൽ കൂടുതൽ തൗഫീഖ് നൽകും, നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നൽകും, അവന് കൂടുതൽ പ്രതിഫലം നൽകും എന്നതൊക്കെ ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതാണ് ഈ കാര്യം. അടുത്ത ഹദീസ് അൻ ജാബിർ റളിയല്ലാഹു അൻഹു. അപ്പോൾ കഴിഞ്ഞ ഹദീസ് അതിന്റെ വിഷയവുമായുള്ള ബന്ധം എന്താണ്? അള്ളാഹുവിനോട് പ്രതീക്ഷ കൂടുന്ന ഒരു കാര്യമാണ്. ചില ആൾക്കാർ പറയും, എത്ര നന്മകൾ ചെയ്തിട്ടും അത് അള്ളാഹു സ്വീകരിച്ചതുപോലെ തോന്നുന്നില്ല, അല്ലെങ്കിൽ മനസ്സിൽ ഒരു ഏകാഗ്രത കിട്ടുന്നില്ല, ശരിയായ വഴിയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല, പാപങ്ങളിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറച്ചു വിശ്വസിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരാൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഇഖ്ലാസിൽ എന്തെങ്കിലും തകരാറുണ്ടാകും. അതല്ലെങ്കിൽ അത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമായിരിക്കും. അന്തിമമായി സംഭവിക്കാൻ പോകുന്നത് ഇതാണ്: ഒരാൾ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി അടുക്കാൻ ശ്രമിച്ചാൽ അള്ളാഹു തആല അവന് കൂടുതൽ സൗഭാഗ്യം നൽകും, കൂടുതൽ നന്മ ചെയ്യാനുള്ള അവസരം നൽകും, അവന്റെ അമലുകൾ അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു അവൻ അങ്ങോട്ട് അടുത്തതിനേക്കാൾ കൂടുതൽ അടുക്കും. ഇത് സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ ഇത് അള്ളാഹുവിനെ കുറിച്ച് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്, അമലുകൾ ചെയ്യാൻ പ്രോത്സാഹനം നൽകുന്ന ഒരു കാര്യമാണ്. അടുത്ത ഹദീസ് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ജാഅ അറാബിയുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. അറാബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നഗരങ്ങളിൽ നിന്ന് അകന്ന് മരുഭൂമിയിൽ ജീവിക്കുന്ന അറബികൾ. അതിൽപ്പെട്ട ഒരാൾ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് മൽ മൂജിബതാൻ, അല്ലാഹുവിന്റെ റസൂലേ, മൂജിബത്താൻ സ്വർഗവും നരകവും ഉറപ്പുവരുത്തുന്ന കാര്യങ്ങൾ. മൂജിബ് എന്ന് പറഞ്ഞാൽ നിർബന്ധമാക്കുന്ന കാര്യം. അപ്പൊ സ്വർഗം നിർബന്ധമാക്കുന്ന കാര്യവും നരകം നിർബന്ധമാക്കുന്ന കാര്യവും എന്താണ് എന്ന് പറഞ്ഞു തരണം. ഖാല, അവിടുന്ന് പറഞ്ഞു, മൻ മാത ലാ യുശ്രികു ബില്ലാഹി ശൈഅൻ ദഖലൽ ജന്ന, ആരാണോ അല്ലാഹുവിൽ ശിർക്ക് ചെയ്യാത്ത അവസ്ഥയിൽ മരണപ്പെടുന്നത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പൊ തൗഹീദ് ആണ് സ്വർഗം നിർബന്ധമാക്കുന്ന കാര്യം. വമൻ മാത യുശ്രികു ബിഹി ശൈഅൻ ദഖലൻ നാർ, ആരാണോ ഷിർക്ക് ചെയ്തുകൊണ്ട് മരിക്കുന്നത് നരകത്തിൽ പ്രവേശിക്കും. അപ്പൊ ഷിർക്കാണ് നരകം നിർബന്ധമാക്കുന്ന കാര്യം. ഈ ഹദീസും ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വർഗത്തിൽ ഒരാൾ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിലുള്ള പ്രവേശനമുണ്ട്. ഒന്ന്, നേരെ സ്വർഗത്തിൽ പ്രവേശിക്കുക, ഒരു അദാബില്ലാതെ നരകശിക്ഷ അനുഭവിക്കാതെ നേരെ സ്വർഗത്തിൽ പ്രവേശിക്കുക. അത് തൗഹീദിന്റെ കമാലുള്ള ആൾക്കേ സാധിക്കുകയുള്ളൂ. തൗഹീദിന്റെ കമാൽ, പൂർണ്ണത എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിർക്ക് ചെയ്യാതിരിക്കുക, ബിദ്അത്തുകൾ ചെയ്യാതിരിക്കുക, വൻപാപങ്ങളിൽ തൗബ ചെയ്യാതെ ഉറച്ചു നിൽക്കാതിരിക്കുക, തൗബയോടുകൂടി മരിച്ചു പോവുക. അപ്പൊ തൗഹീദും തൗബയുമായിട്ട് ഒരാൾ മരിച്ചുപോയാൽ അവൻ സ്വർഗത്തിൽ നേരെ പ്രവേശിക്കും. ഇനി തൗഹീദ് മാത്രമായിട്ട് മരിച്ചു പോവുകയാണെങ്കിലോ അവന്റെ ശിക്ഷ കഴിഞ്ഞ് സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പൊ ഈ രണ്ട് തരത്തിലുള്ള ദുഖൂൽ, രണ്ട് തരത്തിലുള്ള പ്രവേശനം ഉണ്ട് സ്വർഗത്തിൽ.
അടുത്ത ഹദീസ് അൻ അനസ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വമുആദ് റദീഫുഹു അല റഹൽ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വാഹനത്തിലിരിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, യാ മുആദ്, അല്ലയോ മുആദ് എന്ന് വിളിച്ചു. ഖാല ലബ്ബൈക യാ റസൂലല്ലാഹി വസഅദൈക. റസൂലേ, താങ്കളുടെ വിളി ഞാനിതാ കേട്ടിരിക്കുന്നു. ബഹുമാനത്തോടെ വിളി കേൾക്കുന്ന ഒരു പ്രയോഗമാണ് ലബ്ബൈക വസഅദൈക. അങ്ങനെ പറഞ്ഞു. ഖാല യാ മുആദ്, വീണ്ടും വിളിച്ചു. അദ്ദേഹം വീണ്ടും അത് തന്നെ മറുപടി പറഞ്ഞു. 3 പ്രാവശ്യം വിളിച്ചു. മൂന്നാമത്തെ പ്രാവശ്യം അവിടുന്ന് പറഞ്ഞു, മാ മിൻ അബ്ദിൻ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഏതൊരു മനുഷ്യനാണോ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന കലിമ പറയുന്നത് സിദ്ഖൻ മിൻ ഖൽബിഹി, അവന്റെ ഖൽബിൽ തട്ടി, ഉള്ളിൽ തട്ടിയിട്ടാണ് പറയുന്നത്, ആത്മാർത്ഥമായിട്ട്. മാതാപിതാക്കളുടെ അടുത്ത് നിന്ന് പാരമ്പര്യമായി കിട്ടി എന്നുള്ള രീതിയിലല്ല. പാരമ്പര്യമായി കിട്ടിയത് വലിയ നിഅമത്ത് തന്നെയാണ്. പക്ഷെ അതിന്റെ അർത്ഥം മനസ്സിലാക്കി ആത്മാർത്ഥമായി ഒരാൾ പറഞ്ഞാൽ ഇല്ലാ ഹറമഹുല്ലാഹു അലന്നാർ, നരകം അള്ളാഹു അവന് ഹറാമാക്കും, അവന് നരകത്തെ പ്രവേശിക്കുകയില്ല. ഖാല മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് അഫാ ഉഖ്ബിറു ബിഹന്നാസ്, ഞാനിത് ജനങ്ങളെ അറിയിക്കട്ടെ, ഫയസ്തബ്ശിറു, അവർക്ക് വളരെ സന്തോഷമാകും, അപ്പൊ ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാനിത് അറിയിക്കട്ടെ എന്ന് ചോദിച്ചു. ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദൻ യത്തകിലു, നീ അറിയിച്ചാൽ അവര് അതിൽ അവലംബിക്കും. എന്ന് പറഞ്ഞാൽ ശിർക്ക് ചെയ്യാതെ മരിച്ചുപോയി കഴിഞ്ഞാൽ സ്വർഗമുണ്ടല്ലോ എന്ന് വിചാരിച്ച് അമൽ ചെയ്യാതിരിക്കും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2 തരത്തിലുള്ള സ്വർഗപ്രവേശനമുണ്ട്. അതിൽ രണ്ടാമത്തേതായിരിക്കും പിന്നെ കിട്ടുക, നരകത്തിൽ പോയി കഴിഞ്ഞിട്ടായിരിക്കും. അതുകൊണ്ട് അവരെ അറിയിക്കേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ പണ്ഡിതന്മാര് ഈ ഹദീസിന്റെ ഒരു ഗുണപാഠമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം, ചില ഇൽമ്, ചില അറിവുകൾ ചില ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാതെ മറച്ചു വെക്കാം. അതിൽ മസ്ലഹത്തുണ്ടെങ്കിൽ, ഒരാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അതുകൊണ്ട് അപകടമാണ് ഉണ്ടാവുക എന്ന് തോന്നിയാൽ ആ ഇൽമ് അവനിൽ നിന്ന് മറച്ചു വെക്കാം എന്ന് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്. മസ്ലഹത്ത് ദീനിയായ മസ്ലഹത്തായിരിക്കണം. പറഞ്ഞു കൊടുക്കുന്ന നമ്മുടെ മസ്ലഹത്താവരുത്. ഒരാളിപ്പോ പലിശ ഇടപാട് നടത്തുന്ന ആളാണ്, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഹദിയൊക്കെ തരുന്നുണ്ട്. അപ്പൊ അവന് പലിശനെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ ഇതൊക്കെ മുടങ്ങുമെന്ന് വിചാരിച്ചിട്ട് പറയാതിരിക്കുന്നതല്ല. നേരെ മറിച്ച് ആ വ്യക്തിയുടെ ദീനിയായ മസ്ലഹത്തിന് വേണ്ടി ചില ഇൽമുകൾ മറച്ചു വെക്കുന്നത് അനുവദനീയമാണ്. അതിനുള്ള ഉദാഹരണമാണ് ഈ ഹദീസ്. ഫഅഖ്ബറ ബിഹാ മുആദ്, പിന്നെ എങ്ങനെയാണ് ഈ ഹദീസ് പുറത്തു വന്നത്? പറയരുത് എന്ന് മുആദ് ഇബ്നു ജബലിനോട് പറഞ്ഞിട്ട് പിന്നെ നമ്മൾക്ക് ഈ ഹദീസ് വായിക്കുന്നുണ്ടല്ലോ, ഇതെങ്ങനെയാണ് പുറത്തു വന്നത്? ഫഅഖ്ബറ ബിഹാ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പിന്നീട് പറഞ്ഞു ഇൻദ മൗതിഹി, അദ്ദേഹത്തിന്റെ മരണസമയത്ത്. അപ്പൊ ഈ ഹദീസ് കേട്ടത് മുതൽ മരിക്കുന്നത് വരെ അദ്ദേഹം ആരോട് ഇത് പറഞ്ഞിട്ടില്ല. ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം രഹസ്യമാണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അത് അതുപോലെ സൂക്ഷിച്ചു, മരണം വരെ ഇത് പുറത്തു പറഞ്ഞില്ല. ഇൻദ മൗതിഹി, മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞു തഅസ്സുമൻ, കുറ്റം ഒഴിവാക്കാൻ വേണ്ടി. കാരണം ഇൽമ് മറച്ചു വെക്കുക എന്നുള്ളത് കുറ്റമാണ്. അപ്പോ ചില ആളുകളിൽ നിന്ന് ചില സാഹചര്യങ്ങളിൽ മറച്ചു വെക്കാം, പക്ഷെ പൂർണ്ണമായി ഇൽമ് മറച്ചു വെക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ ഉമ്മത്തിൽ ആരും അറിയാതെ ഇരിക്കാൻ പാടില്ല. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഹദീസ് പറഞ്ഞു. ഇത് ഇൽമ് പഠിപ്പിക്കുന്ന ആളുകൾക്കുള്ള ഒരു ഉണർത്തൽ കൂടിയാണ്. ഒരു ഇൽമ് ആവശ്യമായ സന്ദർഭത്തിൽ പറയാതെ മറച്ചു വെച്ചാൽ അത് കുറ്റമാണ്. അതിനെക്കുറിച്ചൊക്കെ ഹദീസിൽ താക്കീത് വന്നിട്ടുണ്ട്. അവർക്ക് നരകശിക്ഷയുണ്ട് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്, അങ്ങനെ മറച്ചു വെക്കുന്ന ആളുകൾക്ക്. അപ്പോ ഇൽമ് മറച്ചു വെക്കാൻ പാടില്ല എന്നും ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. ഈ ഹദീസ് ബാബുമായി, നമ്മുടെ വിഷയവുമായുള്ള ബന്ധം എന്താണ്? വലിയൊരു സന്തോഷ വാർത്തയാണ്. ഒരാള് തൗഹീദ് വിശ്വസിച്ചുകൊണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിൽ വിശ്വസിച്ചുകൊണ്ട് മരണപ്പെട്ടാൽ അയാൾക്ക് സ്വർഗം പ്രതീക്ഷിക്കാം, നരകം അല്ലാഹു അയാൾക്ക് ഹറാമാക്കും. അടുത്ത ഹദീസ് عن أبي هريرة أو أبي سعيد الخدري رضي الله عنهما. അബൂ ഹുറൈറയാണോ അബൂ സഈദ് അൽ ഖുദരി ആണോ എന്ന് ഹദീസിന്റെ റിപ്പോർട്ടർക്ക് സംശയമുണ്ട്. ശക്കർ റാവി വലാ യദുറു ശക്കു ഫീ ഐനി സഹാബി, സഹാബി ആരാണ് എന്ന് സംശയം ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. കാരണം എന്താണ്? ലിഅന്നഹും കുല്ലുഹും ഉദൂൽ, എല്ലാ സഹാബിമാരും വിശ്വസ്തരാണ്. ഈ ഹദീസ് അബൂ ഹുറൈറയുടെ ഹദീസാണോ അബൂ സഈദ് റളിയല്ലാഹു അൻഹു ഹദീസാണോ എന്ന് സംശയമുള്ള ഹദീസാണ്. പക്ഷേ സ്വഹീഹാണെന്നതിൽ സംശയമില്ല. ലമ്മ കാന ഗസ്വതു തബൂക്ക് അസാബ الناس മജാഅത്തുൻ, തബൂക്ക് യുദ്ധത്തിന്റെ സമയത്ത് ജനങ്ങൾക്ക് വലിയ ഒരു പട്ടിണി, വിശപ്പ് ബാധിച്ചു. മജാഅത്ത് എന്ന് പറഞ്ഞാൽ വിശപ്പ്. തബൂക്ക് യുദ്ധം വളരെ ചൂടുള്ള ഒരു കാലത്താണ് യുദ്ധം നടന്നിട്ടുള്ളത്. ചൂട് കാലത്താണ് യുദ്ധം നടന്നത്. അതുപോലെ ദീർഘമായ യാത്ര ചെയ്യേണ്ടത്, മദീനത്ത് നിന്ന് ഒരുപാട് ദൂരെയാണ് തബൂക്ക്. അപ്പോ ദീർഘയാത്ര ചെയ്ത് ഭക്ഷണമൊക്കെ തീർന്ന് ജനങ്ങൾ കഷ്ടപ്പെട്ടു. ആ സമയത്ത് ഫഖാലു, സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ് ലോ അദിൻത ലനാ ഫനഹർനാ നവാദിഹന, റസൂലേ താങ്കൾ അനുവാദം നൽകുകയാണെങ്കിൽ നമ്മുടെ നവാദിഹ് ആയിട്ടുള്ള ഒട്ടകങ്ങൾ, നവാദിഹ് എന്ന് പറഞ്ഞാൽ വെള്ളം കോരാൻ വേണ്ടിയിട്ട് മരുഭൂമിയിൽ വെള്ളമുള്ള സ്ഥലം അന്വേഷിച്ചു പോയി അവിടെ നിന്ന് വെള്ളം പുറത്തു വഹിച്ചു കൊണ്ടുവരാനൊക്കെ വേണ്ടി വളർത്തുന്ന നല്ല ശക്തിയുള്ള ഒട്ടകങ്ങളാണ്.
അപ്പൊ അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒട്ടകത്തിനാണ് നവാദിഹ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒട്ടകങ്ങളെയൊക്കെ നമുക്ക് അറുത്താലോ? ഫഅകൽന വദ്ദഹന്ന, അങ്ങനെ അറുത്താൽ നമുക്ക് ഭക്ഷണം കഴിക്കാം, അതിന്റെ എണ്ണ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞു, നെയ്യ് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോ സ്വഹാബത്ത് ഏത് വിഷയത്തിലും ഏത് കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം ചോദിക്കുമായിരുന്നു. ഇത് ഈ സംഭവത്തിൽ മനസ്സിലാക്കാം. അവർ പട്ടിണിയായി അവരുടെ സ്വന്തം ഒട്ടകത്തിന് അറുക്കാൻ നിൽക്കുന്ന സമയത്ത് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം ചോദിച്ചു. അപ്പൊ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ പറയുന്നത് ഇത് വലിയൊരു അദബാണ്, നല്ലൊരു മര്യാദയാണ്. ഏത് കാര്യം ചെയ്യുമ്പോഴും അറിവുള്ള ആളുകളോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്ത് നിൽക്കുന്നവരാണ് ഉലമാക്കൾ. ഉലമാഉ വറസത്തുൽ അംബിയ, ഉലമാക്കൾ അംബിയാക്കളുടെ വറസത്താണ്, അനന്തരാവകാശികളാണ്. അപ്പൊ ദീനിയായ എന്തൊരു കാര്യവും ദുന്യവിയായ കാര്യങ്ങൾ പോലും ചെയ്യുമ്പോൾ അറിവുള്ള ആളുകളോട്, ശർഈയായ ഇൽമുള്ള ആളുകളോട് കൂടിയാലോചിക്കുക, അനുവാദം ചോദിക്കുക എന്നുള്ളത് അത് ഒരു മര്യാദയാണ്. അതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും ഖൈറുണ്ടാകും. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഫ്അലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ ചെയ്തുകൊള്ളുക, അറുത്തുകൊള്ളുക. ഫജാഅ ഉമർ റളിയല്ലാഹു അൻഹു ഫഖാൽ, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു യാ റസൂലല്ലാഹ് ഇൻ ഫഅൽത, അങ്ങനെ ചെയ്താൽ ഈ ഒട്ടകങ്ങളെ അറുത്താൽ ഖല്ലല്ലാഹു, വാഹനങ്ങൾ കുറഞ്ഞു പോകും. നമുക്ക് യാത്ര ചെയ്യാൻ, യുദ്ധം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങാനൊക്കെ വാഹനങ്ങൾ വേണം. അപ്പൊ വാഹനങ്ങൾ തീർന്നു പോകും. വലാകിൻ, മറിച്ച് അദ്ദേഹം ഒരു അഭിപ്രായം പറയുകയാണ്, ഉമർ റളിയല്ലാഹുവിന്റെ അഭിപ്രായം, ഉദ്ഉഹും ബിഫദ്ലി അസ്വാദിഹിം, അവരുടെ ഓരോരുത്തരുടെയും കയ്യിലുള്ള ബാക്കി വന്നിട്ടുള്ള ഭക്ഷണം അത് ഒരുമിച്ച് കൂട്ടാൻ പറയുക. അപ്പൊ ഭക്ഷണം തീർന്നിട്ടുണ്ട്, ചിലരുടെയൊക്കെ അടുത്ത് കുറച്ച് ബാക്കിയുണ്ട്, ആ ബാക്കിയുള്ളതൊക്കെ കൊണ്ടുവരാൻ പറയാം. ثم ادعوا الله لهم عليها بالبركه, എന്നിട്ട് എല്ലാം കൂടി ശേഖരിച്ചിട്ട് അങ്ങ് ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യണം ബറക്കത്തിന് വേണ്ടി. വലഅല്ല അല്ലാഹ അൻ യജ്അല ഫി ദാലിക അൽബറക, ചിലപ്പോൾ അല്ലാഹു തആല ഈ ബാക്കിയുള്ള ഭക്ഷണത്തിൽ ബർക്കത്ത് ചെയ്തേക്കാം. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഅം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതെ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഫضل ഈ ഹദീസിൽ മനസ്സിലാക്കാം. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചു, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു. ഫദഅ ബിനത്ഇൻ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തോല് കൊണ്ടുള്ള ഒരു വിരിപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ഫബസതഹു, അത് വിരിച്ചു. ثم دعا بفضل ازواجهم, അവരുടെ ഓരോരുത്തരുടെയും കയ്യിൽ ബാക്കിയുള്ള ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു. فجعل الرجل يجيء بكف ذره, ഒരാൾ ഒരു കയ്യിൽ ബാർലി, ഒരു പിടി മാത്രം ഒതുങ്ങുന്ന അത്രയും ബാർലി കൊണ്ടുവരുന്നു. ويجيء الاخر بكف تمر, ഒരാൾ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്രയും തംർ കൊണ്ടുവരുന്നു. ويجيء الاخر بكسرة, മറ്റൊരാള് ഒരു ഹുബ്സിന്റെ, ഒരു അപ്പത്തിന്റെ കഷ്ണം കൊണ്ടുവരുന്നു. ഇങ്ങനെ ഓരോരുത്തരും അവനവന്റെ കയ്യിൽ ബാക്കിയുള്ള ചെറിയ ചെറിയ ഭക്ഷണ വസ്തുക്കൾ കൊണ്ടുവന്നു. ഹത്ത ഇജ്തമഅ അല അൻ-നത്ഇ മിൻ ദാലിക ശൈഉൻ യസീർ, അങ്ങനെ ഈ വിരിയിൽ കുറച്ച് ഭക്ഷണം ഒരുമിച്ച് കൂടി. ഇത്രയും ആളുകൾ കൊടുത്തിട്ടും വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. ഫദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ബറക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു ആ ഭക്ഷണത്തിൽ ബർക്കത്ത് ചെയ്യാൻ വേണ്ടി. ثم قال, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖുദൂ ഫീ ഔഇയതികും, ഇനി നിങ്ങൾ നിങ്ങളുടെ പാത്രങ്ങളിൽ നിറച്ചുകൊള്ളുക. فأخذوا في أوعيتهم حتى ما تركوا في العسكر وعاء إلا ملؤوه, അങ്ങനെ അവരുടെ ആ സൈന്യത്തിൽ ഉണ്ടായിരുന്ന എല്ലാ പാത്രങ്ങളും നിറക്കാൻ തുടങ്ങി. ഈ തോൽ വിരിയിലുള്ള ഭക്ഷണം വർദ്ധിച്ചുകൊണ്ടിരുന്നു, അത് തീർന്നില്ല. അങ്ങനെ അവരെല്ലാവരും ആവശ്യത്തിനുള്ള ഭക്ഷണം ശേഖരിച്ചു. വഅകലു ഹത്താ ശബിഉ, അവർ തിന്നുകയും ചെയ്തു. അങ്ങനെ അവർക്കൊക്കെ വയറ് നിറഞ്ഞു. വഫദല ഫദ്ലത്തുൻ, അതെല്ലാം കഴിഞ്ഞിട്ടും കുറച്ച് ബാക്കിയാവുകയും ചെയ്തു. അവരുടെ പാത്രങ്ങൾ മുഴുവൻ നിറച്ചു, അവരെല്ലാവരും ഭക്ഷണം കഴിച്ചു, വയറ് നിറച്ചു, എന്നിട്ടും അതിൽ ഭക്ഷണം ബാക്കിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുഅ്ജിസത്ത് അല്ലാഹു അടുത്തേക്ക് കാണിച്ചു കൊടുത്തൊരു അത്ഭുത സംഭവമാണ്. അതുപോലെ തന്നെ ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, മുഅ്മിനീങ്ങൾക്കിടയിലുള്ള തആവുൻ, പരസ്പരമുള്ള സഹകരണം എന്നുള്ളത് അത് അല്ലാഹുവിന്റെ സഹായം കിട്ടാനുള്ള ഒരു കാരണമാണ്. അവരെല്ലാവരും സഹകരിച്ചപ്പോൾ അല്ലാഹു തആല അതിൽ ബർക്കത്ത് കൊടുത്തു. അതുകൊണ്ട് അവരുടെ എല്ലാവരുടെയും ആവശ്യം നടന്നു. ഓരോരുത്തരും ആ അല്പം ഭക്ഷണം സ്വയം കഴിച്ചിരുന്നെങ്കിൽ അവരുടെ ഒരാളുടെയും വിശപ്പ് മാറുമായിരുന്നില്ല. അപ്പോൾ പരസ്പരമുള്ള സഹകരണം എന്നുള്ളത്, എന്റെ കാര്യം എന്നുള്ള ചിന്ത വിട്ട് നമ്മുടെ മുഅ്മിനീങ്ങളായ എല്ലാവരുടെയും കാര്യം പരിഗണിക്കുകയും ചിന്തിക്കുകയും ചെയ്താൽ എല്ലാവർക്കും അതുകൊണ്ട് ഖൈറുണ്ടാകും. അങ്ങനെ അവരുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്. ആ ഭക്ഷണം കഴിച്ചിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ കലിമ ലാ യൽഖല്ലാഹ ബിഹിമാ അബ്ദുൻ ഗൈറ ശാക്കിൻ, ശക്കില്ലാത്ത അവസ്ഥയിൽ, മനസ്സിൽ സംശയമില്ലാതെ ഈ കലിമ ഒരാൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ ഫയുഹ്ജബ അനിൽ ജന്ന, അവൻ സ്വർഗത്തിൽ നിന്ന് തടയപ്പെടുകയില്ല. അപ്പൊ ഈ ഹദീസിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമ അത് ശക്കില്ലാതെ ആയിരിക്കണം പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുകളിൽപ്പെട്ട കാര്യമാണ് അൽ യഖീൻ അൽ മുനാഫി ലിശക്ക്,
സംശയത്തെ തുടച്ചു നീക്കുന്ന യഖീൻ ഉണ്ടായിരിക്കണം. വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഒരു ദിക്ർ, അതൊരു മന്ത്രം പോലെ ഉരുട്ടതുകൊണ്ട് കാര്യമില്ല. അതിൽ അടിയുറച്ച് വിശ്വസിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല, അവന്റെ വുജൂദ്, അവന്റെ അസ്തിത്വം, അതുപോലെ അവൻ ഏകനാണ്, അവൻ മാത്രമാണ് നമ്മെ സൃഷ്ടിച്ചത്, അവൻ മാത്രമാണ് നമ്മുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, അവൻ മാത്രമാണ് നമ്മുടെ ആരാധനകൾ അർഹിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തരിമ്പും ശക്കില്ലാതെ, സംശയമില്ലാതെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. സ്വർഗത്തിൽ നിന്ന് അവൻ തടയപ്പെടുകയില്ല. ഇത് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ഹദീസാണ്. വഅൻ ഇബ്ബാൻ ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വഹുവ മിമ്മൻ ഷഹിദ ബദ്റൻ ഖാല കുന്തു ഉസല്ലി ഖൗമി ബനി സാലിം. ഈ ഹദീസ് സുദീർഘമായ ഹദീസാണ്. ഞാൻ അതിന്റെ ചുരുക്കം പറയാം. ഇബ്ബാൻ ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദേഹത്തിന്റെ നാട്ടില് ജമാഅത്തായി പള്ളിയിൽ പോയി നമസ്കരിക്കാറുണ്ട്. അങ്ങനെ അതിന് ഒരു ബുദ്ധിമുട്ടുണ്ടായി അദ്ദേഹത്തിന്. മഴ പെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീടിന്റെയും പള്ളിയുടെയും ഇടയിലുള്ള ഒരു താഴ്വര, ഒരു വാദി, അത് വെള്ളപ്പൊക്കമായി മാറും, ഒരു പുഴയായി മാറും. അങ്ങനെ ഇത് മുറിച്ചു കടക്കാൻ അദ്ദേഹത്തിന് സാധിക്കാതെ വരികയും ജമാഅത്തിന് അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടാകുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. വീട്ടിൽ വന്ന് നമസ്കരിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ സഹാബത്ത് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരുടെ വീടുകളിലേക്ക് വിളിച്ചു കൊണ്ടുപോയി വീട്ടിൽ വെച്ച് അവിടെ നമസ്കരിക്കും. എന്നിട്ട് ആ സ്ഥലത്ത് പിന്നെ അവർ മുസല്ലയാക്കി മാറ്റും, അവിടെ അവർ നമസ്കരിക്കും. അങ്ങനെ ചെയ്യാറുണ്ട്. അതിനുവേണ്ടി ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവിടുന്ന് ആ ക്ഷണം സ്വീകരിച്ച് വീട്ടിൽ പോയി. ആ സമയത്ത് ആ വീട്ടിൽ വെച്ച് ഒരാള് പറഞ്ഞു, മാ ഫഅല മാലികുൻ ലാ അറാ. അവരിങ്ങനെ സംസാരിക്കുകയാണ്. മാലിക് എന്ന് പറയുന്ന സഹാബി, അദ്ദേഹത്തിന്റെ ഉപ്പയാണോ എന്നറിയില്ല. ഇബ്ബാൻ ഇബ്നു മാലിക് എന്നാണ് ഈ സഹാബിയുടെ പേര്. അദ്ദേഹത്തിന്റെ ഉപ്പയാണോ ഇനി മറ്റു വല്ല സഹാബിമാരുമാണോ എന്നറിയില്ല. ഒരു സഹാബിയുടെ പേര് പറഞ്ഞുകൊണ്ട് ആ സദസ്സിൽ വെച്ചൊരാൾ സംസാരിച്ചു, ദാലിക മുനാഫിഖുൻ ലാ യുഹിബ്ബുല്ലാഹ വ റസൂലുഹു. അവൻ മുനാഫിഖാണ് എന്നൊക്കെ പറയാൻ തുടങ്ങി. അതിന്റെ കാരണം പറഞ്ഞു. എന്താണ് കാരണം? മാ നറാ വുദ്ദഹു വലാ ഹദീസഹു ഇല്ലാ ഇലൽ മുനാഫിഖീൻ. മുനാഫിക്കുകളുമായിട്ടാണ് അദ്ദേഹത്തിന്റെ സംസാരവും സ്നേഹവും ഒക്കെ എന്നൊക്കെ പറയുന്നത്. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖുൽ ദാലിക്, നിങ്ങൾ അങ്ങനെ പറയരുത്. അലാ തറാഹു ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹി തആല. അല്ലാഹു തആലയുടെ വജ്ഹ് ഉദ്ദേശിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവനാണ് ഇവൻ എന്ന് നിനക്കറിയില്ലേ? അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഇഖ്ലാസോടുകൂടി പറഞ്ഞ ഒരാളെ പിന്നെ മുനാഫിക്കാണെന്നോ കാഫിറാണെന്നോ ആരോപിക്കാൻ പാടില്ല. നേരെ മറിച്ച് അത് അവൻ പരലോകത്ത് രക്ഷയാകുന്ന കാര്യമാണ് ഈ കലിമ എന്നാണ് ഈ ഹദീസിന്റെ ആശയം. അടുത്ത ഹദീസ് عن عمر بن الخطاب رضي الله عنه قال قدم رسول الله صلى الله عليه وسلم بسبي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറെ അടിമകളെ കൊണ്ടുവന്നു. ഒരു യുദ്ധം കഴിഞ്ഞ് അടിമകളായി കുറെ ശത്രുക്കളെ പിടികൂടിയിട്ടുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളൊക്കെ ഉണ്ട്. فإذا امرأة من السبي تسعى. ആ കൂട്ടത്തിൽ ഒരു സ്ത്രീ ഇങ്ങനെ ധൃതിയിൽ നടക്കുന്നുണ്ട് അടിമകളുടെ ഇടയിൽ. إذ وجدت صبيا في السبي. അങ്ങനെ ആ കൂട്ടത്തിൽ ഒരു ചെറിയ മുല കുടിക്കുന്ന കുട്ടിയെ ഈ സ്ത്രീ കണ്ടെത്തി. അഖദത്ഹു ഫഅൽസഖത്ഹു ബിബത്നിഹാ ഫഅർദഅത്ഹു. ആ കുട്ടിയെ കണ്ടപ്പോ ഈ സ്ത്രീ ആ കുട്ടിയെ എടുക്കുകയും അവരുടെ മാറോട് ചേർത്ത് അതിന് പാല് കൊടുക്കാൻ തുടങ്ങി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രംഗം കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, അതറൂന ഹാദിഹിൽ മർഅത താരിഹതൻ വലദഹാ ഫിന്നാർ. ഈ സ്ത്രീ അവരുടെ ഈ കുട്ടിയെ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയതിനു ശേഷം ഈ കുട്ടിയെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ ആ കണ്ടെത്തിയ ആ ഞെട്ടലിൽ സ്നേഹത്തോടെ ആ കുട്ടിക്ക് മുലയൂട്ടുന്ന ഈ ഉമ്മ ഈ കുട്ടിയെ തീയിലേക്ക് വലിച്ചെറിയും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു മഖ്ലൂക്കിന് മറ്റൊരു മഖ്ലൂക്കിനോട്, ഒരു സൃഷ്ടിക്ക് മറ്റൊരു സൃഷ്ടിയോട് തോന്നാവുന്ന പരമാവധി കാരുണ്യമാണ് ഉമ്മമാർക്ക് മക്കളോടുണ്ടാവും. അത് തന്നെ അതിന്റെ പരമാവധിയിലെത്തിയ സമയമാണ്. മരിച്ചുപോയി എന്ന് കരുതിയ കുട്ടി തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അങ്ങനെയുള്ള സമയത്ത് ഈ ഉമ്മ ഈ കുട്ടിയെ തീയിലെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഖുൽനാ ലാ വല്ലാഹ്. ഞങ്ങൾ പറഞ്ഞു ഇല്ല. സഹാബത്ത് പറഞ്ഞു ഒരിക്കലുമില്ല. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ. അല്ലാഹു തആല ഈ ഉമ്മാക്ക് കുട്ടിയോടുള്ളതിനേക്കാൾ നിങ്ങളോട് റഹ്മത്തുള്ളവനാണ്, അവന്റെ അടിമകളോട് റഹ്മത്തുള്ളവനാണ്. ആലോചിച്ച് നോക്കൂ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ സൃഷ്ടികളുമായി താരതമ്യം ചെയ്തിട്ടുണ്ടോ? താരതമ്യം ചെയ്തിട്ടില്ല. നേരെ മറിച്ച് എന്താണ് പറഞ്ഞത്? അർഹമു മിൻ ഹാദിഹി. ഈ ഉമ്മയേക്കാൾ സ്നേഹമുള്ളവനാണ് അല്ലാഹു തആല. ഈ ഉമ്മയെ പോലെ സ്നേഹമുള്ളവനാണെന്നല്ല, മനുഷ്യന് സങ്കല്പിക്കാവുന്നതിന്റെ പരമാവധി വരുന്ന ഒരു ഉദാഹരണം കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഇതിൽ കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പൊ അതത്രയുമാകാം അള്ളാഹിന്റെ റഹ്മത്ത്. അപ്പൊ അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സങ്കല്പിക്കാവുന്നതിന്റെ അപ്പുറത്താണ്. അത്രയും റഹ്മത്തുള്ളവനാണ് അല്ലാഹു തആല. ഇങ്ങനെയുള്ള റബ്ബിന്റെ റഹ്മത്ത് അത് നമുക്ക് കിട്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും മോശക്കാരനായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ
അള്ളാഹുവിന്റെ റഹ്മത്ത് നേടാൻ പരിശ്രമിക്കുന്നത് അതിന് പ്രോത്സാഹനം നൽകുന്ന ഒരു ഹദീസാണ്. ചെറിയ അധ്വാനം മതി അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാൻ. അത് ഇത്രയും വിശാലമാണ്. അത് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ അത്രയും പരിശ്രമിച്ചിട്ടില്ല എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് നമ്മുടെ ഇബാദത്തുകളുടെ കാര്യത്തിൽ, ദീനിന്റെ കാര്യത്തിൽ കുറവുണ്ടെങ്കിൽ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അവൻ സ്വന്തം നഫ്സിനെ അല്ലാതെ കുറ്റപ്പെടുത്തേണ്ടതില്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് അത്രയും വിശാലമാണ്. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം ചില പണ്ഡിതന്മാര് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തർബിയത്തിനൊരു ഉദാഹരണമാണ്. എന്തൊരു സംഭവം ഉണ്ടാകുമ്പോഴും അത് ഈമാനുമായി, ദീനുമായി ബന്ധിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇത് നമുക്ക് മാതൃകയാണ്. നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ, അതുപോലെ തന്നെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, ഇതുപോലെ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്ന ദീനുമായി ബന്ധിപ്പിച്ച് പറഞ്ഞു കൊടുക്കുക. ഈ രംഗം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് അവർ ഉണർത്തി. ഇതുപോലെ പല സംഭവങ്ങളും നമ്മൾ കാണുന്നുണ്ടാകും. അതൊക്കെ അള്ളാഹുവിന്റെ റഹ്മത്തുമായി അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഏതെങ്കിലും സിഫത്തുമായി ബന്ധമുള്ള സംഭവങ്ങളായിരിക്കും. ആ രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് തർബിയത്ത് കൊടുക്കാനുള്ള നല്ല ഒരു മാർഗമാണ്. അടുത്ത ഹദീസ് عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم لما خلق الله الخلق അള്ളാഹു തന്റെ സൃഷ്ടികളെ എല്ലാം സൃഷ്ടിച്ച സന്ദർഭത്തിൽ كتب في كتاب ഒരു രേഖയിൽ അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ട് فهو عنده فوق العرش അത് അള്ളാഹുവിന്റെ അടുക്കൽ അർശിന് മുകളിലുണ്ട്. അർശിന് മുകളിൽ അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന റഹ്മതി തഗ്ലിബു ഗളബി, എന്റെ റഹ്മത്ത്, എന്റെ കാരുണ്യം എന്റെ കോപത്തെ മറികടക്കുന്നതാണ്. അപ്പൊ ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു സിഫത്താണ്. അവന്റെ റഹ്മത്ത് അവന്റെ കോപത്തേക്കാൾ അധികമാണ് എന്നുള്ളത്. ഈ ഹദീസിൽ നിന്ന് അള്ളാഹുവിന്റെ രണ്ട് സിഫത്തുകൾ മനസ്സിലാക്കാം. അള്ളാഹുവിന് റഹ്മത്തുണ്ട്, അതേസമയം കോപവുമുണ്ട് അള്ളാഹുവിന്. ചില മതങ്ങളിലൊക്കെ ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുക റഹ്മത്ത് മാത്രമുള്ളവനായിരിക്കും, കാരുണ്യമുണ്ട്, സ്നേഹമുണ്ട്. എന്നാൽ ഗളബ്, കോപം എന്നുള്ള സിഫത്ത് ഇല്ലാത്തതായിട്ടായിരിക്കും പഠിപ്പിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല ഖുർആനും സുന്നത്തും പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കോപിക്കേണ്ട സന്ദർഭത്തിൽ കോപിക്കുന്നവനാണ്. പക്ഷേ അള്ളാഹുവിന്റെ കോപത്തെക്കാൾ വലുതാണ് അവന്റെ റഹ്മത്ത്. وعنه قال أبو هريرة رضي الله تعالى عنه തന്നെ പറയുന്നു سمعت رسول الله صلى الله عليه وسلم يقول നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു جعل الله الرحمة 100 جزء അല്ലാഹു കാരുണ്യത്തെ, റഹ്മത്തിനെ 100 ഭാഗങ്ങളാക്കി. فأمسك عنده 99 അതിൽ 99 ഭാഗം, 99% അവന്റെ അടുക്കൽ അവൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. വഅൻസല ഫിൽ അർളി ജുസ്അൻ വാഹിദൻ ഭൂമിയിലേക്ക് അതിൽ ഒരു അംശം, 1% ഇറക്കി. ഫമിൻ ദാലിക്കൽ ജുസ്ഇ ആ ഒരു അംശം 100-1 അതുകൊണ്ടാണ് യതറാഹമുൽ ഖലായിഖ് സൃഷ്ടികൾ പരസ്പരം കാരുണ്യം കാണിക്കുന്നത്. അപ്പോൾ മനുഷ്യന്മാർ തമ്മിൽ കാണിക്കുന്ന കാരുണ്യം, എത്ര കോടി മനുഷ്യന്മാരുണ്ട്, അതിലെത്ര ഉമ്മമാരുണ്ട് മക്കളോട് അങ്ങേയറ്റത്തെ റഹ്മത്തുള്ളവർ, എത്ര ഉപ്പമാരുണ്ട്. അതുപോലെ തന്നെ നേരെ തിരിച്ചും എത്ര മക്കളുണ്ട് വൃദ്ധരായ മാതാപിതാക്കളുടെ റഹ്മത്ത് കാണിക്കുന്നത്. ഇങ്ങനെ മനുഷ്യർ ആരൊക്കെ തമ്മിൽ റഹ്മത്ത് കാണിക്കുന്നുണ്ടോ, മറ്റ് ജീവികൾ തമ്മിൽ കാണിക്കുന്ന കാരുണ്യം, ഇതെല്ലാം ഈ 100-ൽ 1 മാത്രമാണ്. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം പറഞ്ഞു. ഹത്താ തർഫഅ ദാബത്തു ഹാഫിറഹ അൻ വലദിഹ ഖശ്യത അൻ തുസീബഹു, ഒരു ജീവി, ഒരു കന്നുകാലികൾപ്പെട്ട ഒരു ജീവി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മൃഗം, അത് അതിന്റെ കുട്ടി അതിന്റെ അടുത്തുണ്ടാകുമ്പോ ആ ചെറിയ കുട്ടിയുടെ തലയിൽ കാല് തട്ടേണ്ടതില്ല എന്ന് കരുതി അതിന്റെ കാല് ഉയർത്തുന്നത്, കാല് പതുക്കെ മാറ്റുന്നത്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഈ റഹ്മത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പം ലോകത്തുള്ള സകല സൃഷ്ടിജാലങ്ങളും പരസ്പരം കാണിക്കുന്ന കാരുണ്യം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ള 1% റഹ്മത്തിന്റെ 1% ഒരു അംശമാണ്. ബാക്കിയുള്ളത് അല്ലാഹു തആല അവന്റെ അടുക്കൽ എടുത്തു വെച്ചിരിക്കുകയാണ്. മറ്റൊരു റിവായത്തിൽ കാണാം 99 ലിയൗമിൽ ഖിയാമ, 99% ബാക്കി എന്ന് പറയുന്നത് ലിയൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിന് വേണ്ടി അല്ലാഹു തആല മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ അല്ലാഹുവിന്റെ റഹ്മത്ത് എത്ര വിശാലമാണെന്ന് നോക്കൂ. നാളെ ഖിയാമത്ത് നാളിൽ വിചാരണ ചെയ്യുന്ന സമയത്ത് ഈ റഹ്മത്ത് അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് നൽകും. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയോടെ ഇബാദത്തുകൾ ചെയ്യാൻ, അല്ലാഹുവിനെ കുറിച്ച് നിരാശ വരാതിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഹദീസാണ്. وعنه عن النبي صلى الله عليه وسلم فيما يحكي عن ربه تبارك وتعالى ഖുദ്സിയായ ഒരു ഹദീസാണ്. قال നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് അദ്നബ അബ്ദുൻ ദംബൻ, ഒരു അടിമ ഒരു തെറ്റ് ചെയ്തു. فقال اللهم اغفر لي ذنبي, ആ അടിമ പറഞ്ഞു അല്ലാഹുവേ എന്റെ പാപം എനിക്ക് പുറത്തു തരണേ. فقال الله تبارك وتعالى, അപ്പോൾ അല്ലാഹു തആല പറയും അദ്നബ അബ്ദി ദംബൻ فعلم ان له ربا يغفر الذنب ويأخذ بالذنب, എന്റെ അടിമ ഒരു തെറ്റ് ചെയ്തിരിക്കുന്നു,
പക്ഷെ അവനറിയാം തെറ്റ് ചെയ്തതിന്റെ പേരിൽ ശിക്ഷിക്കാനും പുറത്തു കൊടുക്കാനും കഴിവുള്ള ഒരു റബ്ബ് അവനുണ്ട് എന്നവനറിയാം. അതുകൊണ്ടാണല്ലോ അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി എന്നവൻ പറഞ്ഞത്, അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കും. ثم عاد فأذنب, വീണ്ടും തെറ്റ് ചെയ്യും. فقال أي رب اغفر لي ذنبي, വീണ്ടും ഇതുപോലെ പറയും, എന്റെ പാപം പുറത്തു തരണേ. فقال تبارك وتعالى أذنب عبدي ذنبا فعلم أن له ربا يغفر الذنب ويأخذ بالذنب. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്റെ അടിമ തെറ്റ് ചെയ്തിരിക്കുന്നു, അതോടൊപ്പം തന്നെ അവനറിയാം തെറ്റ് ചെയ്താൽ ശിക്ഷിക്കാനും പുറത്തു കൊടുക്കാനും കഴിവുള്ള ഒരു റബ്ബുണ്ട് എന്ന് അവനറിയാം. വീണ്ടും മൂന്നാമത് ഇതുപോലെ തന്നെ ചെയ്യുന്നു. അവസാനം മൂന്നാമത്തെ പ്രാവശ്യം അല്ലാഹു തആല പറയും, ഖദ് ഗഫർതു ലി അബ്ദി ഫൽയഫ്അൽ മാ ശാ, എന്റെ അടിമക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു, ഫൽയഫ്അൽ മാ ശാ, അവൻ ഉദ്ദേശിക്കുന്നത് ചെയ്തു കൊള്ളട്ടെ. അപ്പൊ ഇനിയും അവൻ എത്ര പ്രാവശ്യം തെറ്റ് ചെയ്താലും ഈ ഷർത്തോടുകൂടി, ഈ നിബന്ധനയോടുകൂടി അവൻ വീണ്ടും അല്ലാഹു മഗ്ഫിർലി ദംബി എന്ന് പറയുന്നുണ്ടെങ്കിൽ, തൗബയുടെ ഷർത്തുകൾ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുള്ളതാണ്. ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് തൗബ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലാഹു തആല പറഞ്ഞ ഈ വാക്ക് അവന് ബാധകമായിരിക്കും. ഫൽയഫ്അൽ മാ ശാ, അവൻ ഉദ്ദേശിക്കുന്ന തെറ്റ് ചെയ്തു കൊള്ളട്ടെ. ഇത് തെറ്റ് ചെയ്യാനുള്ള പ്രോത്സാഹനമല്ല, നേരെ മറിച്ച് തെറ്റു ചെയ്താൽ നിരാശരാകേണ്ടതില്ല, എത്ര പ്രാവശ്യം ചെയ്താലും. ചില ആളുകൾ ചോദിക്കും, ഇങ്ങനെ തൗബ ചെയ്യുന്നു, വീണ്ടും ആ തെറ്റിലേക്ക് തന്നെ മടങ്ങുന്നു, അങ്ങനെ മടങ്ങി അവസാനം നിരാശയായിട്ടുണ്ട്, ഇനി തൗബ ചെയ്യേണ്ടതില്ല എന്നൊരു തോന്നൽ വരുന്നുണ്ട്. അത് ശൈത്താൻ ഉണ്ടാക്കുന്നതാണ്. അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള എണ്ണം അല്ല, എത്ര പ്രാവശ്യമാണ്, എത്ര അവസരമാണ് അല്ലാഹു നൽകിയിട്ടുള്ളത്. ഫൽയഫ്അൽ മാ ശാ, അവൻ ഉദ്ദേശിക്കുന്ന അത്രയും തവണ തൗബ ചെയ്യാനുള്ള അവസരം അത്രയാണ്. 1, 2, 3, 4 ഒന്നുമല്ല. ഫൽയഫ്അൽ മാ ശാ, അനന്തമായ അത്രയും. ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, തൗബ എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം ആവർത്തിച്ചാലും, തെറ്റ് എത്ര പ്രാവശ്യം ആവർത്തിച്ചാലും തൗബ ചെയ്യാം. 100 1000 പ്രാവശ്യം ചെയ്താലും, ഒരേ തെറ്റ് 100 അല്ല 1000 പ്രാവശ്യം ചെയ്താലും 1000 പ്രാവശ്യം തൗബ ചെയ്യുക തന്നെ, അതാണ് അതിനുള്ള പരിഹാരം. അടുത്ത ഹദീസ്, وعنه قال أبو هريرة رضي الله تعالى عنه പറയുന്നു, قال رسول الله صلى الله عليه وسلم والذي نفسي بيده, എന്റെ ആത്മാവാരുടെ കയ്യിലാണോ അവൻ സത്യം, അല്ലാഹുവാണ് സത്യം, ലൗ ലം തുദ്നിബു, നിങ്ങൾ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ, ലദഹബ അല്ലാഹു ബിക്കും, അല്ലാഹു നിങ്ങളെ നശിപ്പിക്കും. വജാഅ ബിഖൗമിൻ യുദ്നിബൂന ഫയസ്തഗ്ഫിറൂന അല്ലാഹ തആല ഫയഗ്ഫിറു ലഹും, തെറ്റ് ചെയ്യുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും പാപമോചനം തേടുകയും ചെയ്യുന്ന ഒരു ഖൗമിനെ അല്ലാഹു സൃഷ്ടിക്കും, എന്നിട്ട് അവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കും. അപ്പൊ തെറ്റ് ചെയ്യുക എന്നുള്ളത് അല്ലാഹുവിന്റെ വിധിയാണ്, അതിൽ സംശയമില്ല. എന്നാൽ തെറ്റ് ചെയ്ത ഉടനെ തൗബ ചെയ്യുക, തെറ്റു ചെയ്യാതിരിക്കാൻ പരിശ്രമിക്കുക, എന്നിട്ട് വീഴ്ചകൾ സംഭവിച്ചാൽ തൗബ ചെയ്യുക, അല്ലാഹുവിലേക്ക് മടങ്ങുക. അടുത്ത ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കുന്നാ ഖുഊദൻ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅന അബൂബക്കർ വ ഉമർ റളിയല്ലാഹു അൻഹുമാ ഫീ നഫർ, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയാണ്. അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമാ, അവർ രണ്ടുപേരും കൂടെയുണ്ട്. അതുപോലെ തന്നെ ഫീ നഫർ, ഒരു കൂട്ടം സഹാബത്ത് ഞങ്ങളുടെ കൂടെയുണ്ട്. നഫർ എന്ന് പറഞ്ഞാൽ 3 മുതൽ 9 വരെയുള്ള എണ്ണത്തിനാണ് പറയാം, അത്രയും വരുന്ന ഒരു സംഘത്തിനാണ് നഫർ എന്ന് പറയാം. അത്രയും ആളുകളുണ്ട്. ഫഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ബൈനി അദ്ഹുരിനാ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയി. ഫഅബ്ത അലൈനാ, അങ്ങനെ പോയിട്ട് മടങ്ങി വരുന്നത് കാണുന്നില്ല, കുറച്ച് വൈകി. ഫഖശീന അൻ യുഖ്തത ദൂനനാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ഞങ്ങൾക്ക് പേടിയായി. അപ്പൊ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് ഈ ഹദീസിൽ മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറച്ച് സമയം കാണാതായപ്പോഴത്തേക്ക് അവർക്ക് പേടിയായി, എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്നവർ പേടിച്ചു. ഫഫസിഅന, ഇത് മദീനയിലാണ് സംഭവം. കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത് മദീനയിൽ വെച്ചാണ്. മദീനയിൽ വന്നതിന് ശേഷം 5 വർഷം കഴിഞ്ഞിട്ടാണ് അവിടുന്ന് ഇസ്ലാം സ്വീകരിക്കുന്നത്, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. അപ്പോ മദീനയിൽ ഇസ്ലാമിക രാജ്യമാണ്, മുസ്ലിമീങ്ങളാണ്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറച്ച് സമയം കാണാതായാൽ അവർക്ക് സഹാബത്തിന് പേടിയായിരുന്നു. ഈ ഹദീസിന്റെ ശറഹിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതീവ താല്പര്യം ഉണ്ടായിരിക്കുക എന്നുള്ളത് സഹാബത്തിന്റെ പ്രത്യേകതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടി. അതുപോലെയാണ് അവിടുത്തെ വഫാത്തിന് ശേഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരായി ഒരാൾ സംസാരിച്ചാൽ അതിനെ പ്രതിരോധിക്കുക, മറുപടി കൊടുക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പ്രചരിപ്പിക്കുക എന്നുള്ളത് അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം വരുന്ന ആളുകളുടെ ഈമാന്റെ അടയാളമാണ്. സഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരമാണ് അവർക്ക് സംരക്ഷിക്കാൻ അവസരം കിട്ടിയത്, ശരീരവും അവിടുത്തെ ദീനും. നമുക്ക് ആ ദീന് മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പൊ ആ ദീനിനോടുള്ള കൂറ്, സുന്നത്തിനോടുള്ള കൂറ്, അത് സ്വന്തം ശരീരത്തിലും ജീവിതത്തിലും സമൂഹത്തിലുമൊക്കെ പ്രചരിപ്പിക്കാനും അതിനെതിരെ വരുന്ന ആരോപണങ്ങളും അതുപോലെ തന്നെ
അതിനെതിരെ വരുന്ന വാദഗതികളൊക്കെ പ്രതിരോധിക്കാനുള്ള താല്പര്യവും ആവേശവും അത് സ്വഹാബത്തിനെ ഇത്തിബാ ചെയ്യുന്നതിന്റെ അടയാളമാണ്. അപ്പൊ അങ്ങനെ പേടിച്ച് ഫഖുംന, ഞങ്ങൾ എഴുന്നേറ്റ് പോയി. ഫകുന്തു അവ്വല മൻ ഫസിഅ, ഞാനാണ് ആദ്യം എഴുന്നേറ്റ് പോയത്. ഫഖറജ്തു അബ്തഗി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ അന്വേഷിച്ചു. ഹത്ത അതൈതു ഹായിതൻ ലിൽ അൻസാർ, അങ്ങനെ അൻസാരികളുടെ ഒരു തോട്ടത്തിൽ ഞാൻ എത്തി. അവിടെ ഇരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള സംസാരമൊക്കെ അതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചതിന് ശേഷം ഈ ഹദീസിന്റെ അവസാനത്തിൽ കാണാം, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ഹബ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, നീ മടങ്ങിപ്പോയിക്കൊള്ളുക. ഫമൻ ലഖീത വറാഅ ഹാദൽ ഹായിത്, ഈ തോട്ടത്തിന് പുറത്ത് നീ ആരെയാണോ കാണുന്നത്, യഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുസ്തയഖിനൻ ബിഹാ ഖൽബുഹു, ഖൽബിൽ തട്ടി യഖീനോടെ, ഖൽബിൽ നിന്ന് യഖീനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഷഹാദത്ത് വഹിക്കുന്ന, സാക്ഷ്യം വഹിക്കുന്ന മുഅ്മിനായ മുവഹിദായ ഏതൊരു മനുഷ്യനെ നീ കണ്ടാലും ഫബശ്ശിർഹു ബിൽ ജന്ന, അവന് സ്വർഗം കൊണ്ട് നീ സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക. അപ്പോ വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു ഹദീസാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തിൽ യഖീൻ ഉണ്ടെങ്കിൽ, അതിൽ നമുക്ക് ഉറപ്പുണ്ടാകണം. ആ യഖീൻ അത് പുറത്തു കാണും സ്വാഭാവികമായും. യഖീൻ ഉള്ളതിനനുസരിച്ച് നമ്മുടെ അമലുകൾ വർദ്ധിക്കും. അങ്ങനെ ഒരാൾക്ക് യഖീൻ ഉണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നതിൽ സംശയമില്ല. عمرو بن العاص رضي الله عنهما أن النبي صلى الله عليه وسلم تلا قول الله عز وجل في إبراهيم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഓതി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതായി അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരുന്ന ആയത്ത്, റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനൻ നാസ്, റബ്ബേ ഈ ബിംബങ്ങൾ, വിഗ്രഹങ്ങൾ കുറെ ആളുകളെ വഴിപിഴപ്പിച്ചിരിക്കുന്നു. ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി, ആരാണോ എന്നെ പിന്തുടരുന്നത്, ഈ ശിർക്ക്, ഈ ബിംബാരാധന ഇതൊക്കെ ഒഴിവാക്കി എന്നെ പിന്തുടർന്ന് മോഹിദായി ജീവിക്കുന്നത്, ഫഇന്നഹു മിന്നി, അവൻ എന്നിൽപ്പെട്ടവനാണ്. വഖൗല ഈസ, അതുപോലെ ഈസ അലൈഹിസ്സലാമിന്റെ വാക്കായി അല്ലാഹു തആല പറഞ്ഞു തരുന്ന ആയത്ത്, ഇൻ തുഅദ്ദിബ്ഹും ഫഇന്നഹും ഇബാദുക്, അല്ലാഹുവേ നീ ഇവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകൾ മാത്രമാണ്. വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ നീയാണ് എല്ലാ പ്രതാപത്തിനും ഉടമ, നീയാണ് എല്ലാ ഹിക്മത്തും ഉള്ളവൻ, എല്ലാ അധികാരവുമുള്ളവൻ എന്നൊക്കെ അവർ പരലോകത്ത് വെച്ച് പറയുന്ന ആയത്ത്, ഈസ അലൈഹിസ്സലാം പറയുന്ന ആയത്ത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തുകൾ ഓതിയിട്ട് നമ്മുടെ അവസ്ഥയാണ് ആലോചിക്കുന്നത്, ഈ ഉമ്മത്തിന്റെ അവസ്ഥ. ഓരോ നബിമാരും അവനവന്റെ ഉമ്മത്തിനെ കുറിച്ച് പറയുന്ന രംഗമാണ്. അപ്പൊ നാളെ പരലോകത്ത് തന്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താകും എന്നോർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയാൻ തുടങ്ങി. ഫറഫഅ യദൈഹി വഖാല അല്ലാഹുമ്മ ഉമ്മത്തി ഉമ്മത്തി വബക. ആലോചിച്ച് നോക്കൂ, നാളെ പരലോകത്ത് നമ്മുടെയൊക്കെ അവസ്ഥ എന്താകും എന്നോർത്ത് നമ്മൾ കരയുന്നില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ അവസ്ഥയോർത്ത് കരയുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു. ഈ ഹദീസിന്റെ ഒരു ഫായിദയായിട്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ഉമ്മത്തിന്റെ അവസ്ഥ, സ്വന്തം അവസ്ഥ മാത്രമല്ലാതെ ആഖിറത്തിന്റെ കാര്യത്തിലും മറ്റുള്ള മുസ്ലിമീങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് ഒരാളുടെ നല്ല സ്വഭാവമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സിഫത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുന്നതിന്റെ ഭാഗമാണ് മറ്റുള്ളവരുടെ ആഖിറത്തിനെ കുറിച്ച് കൂടി ചിന്തിക്കുക എന്നുള്ളത്. അങ്ങനെ കരഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, യാ ജിബ്രീൽ ഇദ്ഹബ് ഇലാ മുഹമ്മദിൻ വറബ്ബുക അഅലം ഫസൽഹു മാ യുബ്കി, നീ മുഹമ്മദിന്റെ അടുത്ത് പോയി ചോദിക്കുക എന്തിനാണ് കരയുന്നത്. വറബ്ബുക അഅലം, നിന്റെ റബ്ബിന് അറിയാം, അറിയാഞ്ഞിട്ടല്ല. അല്ലാഹു തആല ജിബ്രീലിനെ പറഞ്ഞയച്ചു. فأتاه جبريل فأخبره رسول الله صلى الله عليه وسلم بما قال وهو أعلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനുള്ള മറുപടി കൊടുത്തു, ഉമ്മത്തി ഉമ്മത്തി, എന്റെ ഉമ്മത്തിനെ കുറിച്ച് ഓർത്തിട്ടാണ് കരഞ്ഞത് എന്ന കാര്യം അല്ലാഹു തആലക്ക് അതറിയാം. ഫഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, യാ ജിബ്രീൽ ഇദ്ഹബ് ഇലാ മുഹമ്മദിൻ ഫഖുൽ, മുഹമ്മദിനോട് നീ പോയി പറഞ്ഞേക്കുക, രണ്ടാമത് പറഞ്ഞേക്കുകയാണ്. ഫഖുൽ, നീ പറയണം, ഇന്നാ സനുർദീക ഫി ഉമ്മതിക് വലാ നസൂഉക്, നിന്റെ ഉമ്മത്തിന്റെ കാര്യത്തിൽ നിന്നെ ഞാൻ തൃപ്തിപ്പെടുത്തുന്നതാണ്. വലാ നസൂഉക്, താങ്കളെ വിഷമിപ്പിക്കുകയില്ല. അപ്പോൾ ഈ ഉമ്മത്തിന് അല്ലാഹു തആല ധാരാളം റഹ്മത്ത് ചെയ്യുന്നതാണ് പരലോകത്ത്. ഒരുപാട് ഫാസിക്കുകളെ, ഈ ഉമ്മത്തിൽപ്പെട്ട വൻപാപങ്ങൾ ചെയ്ത ആളുകളെ അല്ലാഹു തആല അവന്റെ റഹ്മത്ത് കൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. നരകത്തിൽ പോയ കുറെ ആളുകളെ അല്ലാഹു തആല അവിടുന്ന് മോചിപ്പിക്കുന്നതാണ്. ഇങ്ങനെ അല്ലാഹു തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരലോകത്ത് തൃപ്തിപ്പെടുത്തുക തന്നെ ചെയ്യും, ഈ ഉമ്മത്തിനോട് റഹ്മത്ത് കാണിച്ചുകൊണ്ട്. അപ്പൊ അല്ലാഹുവിന്റെ വലിയ ഫضലാണ് നമ്മൾ ഈ ഉമ്മത്തിൽ ജനിച്ചു എന്നുള്ളത് തന്നെ. കാരണം നമ്മുടെ കാര്യത്തിലാണ് ഈ പറയുന്നത്, സനുർദീക ഫി ഉമ്മതിക, നിന്റെ ഉമ്മത്തിന്റെ കാര്യത്തിൽ നിന്നെ ഞാൻ തൃപ്തിപ്പെടുത്തുന്നതാണ് എന്നുള്ളത്. അടുത്ത ഹദീസ്, وعن معاذ بن جبل رضي الله عنه قال كنت ردف النبي صلى الله عليه وسلم على حمار,
ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ ഒരു കഴുതപ്പുറത്തിരിക്കുകയായിരുന്നു. ഫഖാല യാ മുആദ് ഹൽ തദ്രി മാ ഹഖ്ഖുല്ലാഹി അലാ ഇബാദിഹി വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്. അല്ലാഹുവിനോട് അടിമകൾക്കുള്ള ബാധ്യത എന്താണ്, അടിമകളോട് അല്ലാഹുവിനുള്ള ബാധ്യത എന്താണ് എന്ന് നിനക്കറിയുമോ? ഖുൽതു അല്ലാഹു വറസൂലുഹു അഅലം. മുആദ് ഇബ്നു ജബൽ പറഞ്ഞു, അല്ലാഹുവിനും അവന്റെ റസൂലിനുമാണ് നന്നായി അറിയുക. ഖാല ഫഇന്ന ഹഖ്ഖല്ലാഹി അലൽ ഇബാദി അൻ യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ഷൈഅൻ. അല്ലാഹുവിനോടുള്ള ബാധ്യത, അടിമകളുടെ ബാധ്യത അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്, അവനോട് ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇതിനുവേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചത് ഈ ഭൂമിയിൽ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലക്ഷ്യത്തിന് വേണ്ടിയല്ല. നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്, ശിർക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളതാണ്. അതാരാണോ ചെയ്തത് അവന് അള്ളാഹുവിന്റെ മേലൊരു അവകാശമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അവകാശം അവന് കൊടുക്കാമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെന്താണ്? വഹഖുൽ ഇബാദി അലല്ലാഹ്. അടിമകൾക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടാനുള്ള അവകാശം, ആ അവകാശം അള്ളാഹു തന്നെ തന്നതാണ്, അല്ലാതെ നമ്മുടെ കഴിവുകൊണ്ട് നമ്മൾ നേടിയെടുത്തതൊന്നുമല്ല, അള്ളാഹു തആല പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതെന്താണ്? അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ഷൈഅൻ. അവനിൽ പങ്കു ചേർക്കാത്തവരെ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഫഖുൽതു യാ റസൂലല്ലാഹ് അഫലാ ഉബശ്ശിറുൻ നാസ്. ഞാൻ ജനങ്ങളെ സന്തോഷവാർത്ത അറിയിക്കട്ടെ എന്ന് ചോദിച്ചു. ഖാല ലാ തുബശ്ശിറുഹും ഫയത്തകിലു. നീ അറിയിക്കേണ്ടതില്ല, അറിയിച്ചാൽ അവർ ഈ ഹദീസ് വിശ്വസിച്ച് ഇതിനെ അവലംബിച്ച് അമലുകൾ ഒഴിവാക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഈ ഹദീസിന്റെ താല്പര്യം ഇതാണ്, ഒരാളുടെ തൗഹീദ് പൂർണ്ണമാണെങ്കിൽ, തൗഹീദ് പൂർണ്ണമായി കഴിഞ്ഞാൽ വൻപാപങ്ങൾ ഉണ്ടാവുകയില്ല. വൻപാപങ്ങൾ സംഭവിച്ചാൽ തന്നെ ഉടനെ തൗബ ചെയ്യും. മരിക്കുമ്പോൾ വൻപാപങ്ങളാവുന്ന ബാധ്യതകളൊന്നും ബാക്കി ഉണ്ടാവുകയില്ല. അങ്ങനെ പൂർണ്ണമായ തൗഹീദോടെ മരിച്ചവനാണെങ്കിൽ അവന് നേർക്കുനേരെ സ്വർഗത്തിൽ പ്രവേശിക്കാം, നരകശിക്ഷ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കാം. എന്നാൽ തൗഹീദിന്റെ അടിസ്ഥാനം മാത്രമാണുള്ളത്, തൗഹീദിന്റെ പൂർണ്ണതയില്ല. അള്ളാഹു അല്ലാതെ ആരെയും ആരാധിച്ചിട്ടില്ല, പക്ഷെ തൗഹീദിന്റെ പൂർണ്ണതയില്ല. വൻപാപങ്ങളൊക്കെ ചെയ്തിട്ടാണ് മരിച്ചുപോയതെങ്കിൽ അവന്റെ ശിക്ഷ കഴിഞ്ഞിട്ടായിരിക്കും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുക, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഒഴികെ. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു നരകശിക്ഷയില്ലാതെ പുറത്തു കൊടുക്കുകയും ചെയ്യാം. അപ്പൊ ഈ ഹദീസും പ്രതീക്ഷ നൽകുന്ന ഒരു ഹദീസാണ്. തൗഹീദിന്റെ പ്രതിഫലം സ്വർഗമാണ് എന്നാണ് ഈ ഹദീസ് പറഞ്ഞു തരുന്നത്. عن البراء بن عازب رضي الله عنه أرد حديث عن النبي صلى الله عليه وسلم قال المسلم إذا سئل في القبر يشهد أن لا إله إلا الله وأن محمد رسول الله. ഖബറിൽ വെച്ച് ചോദ്യമുണ്ടാവും. നമുക്കറിയാം, നാളെ നമ്മൾ എപ്പോഴാണോ മരിക്കുന്നത് അതിനുശേഷം നമ്മുടെ ഖബർ ജീവിതം തുടങ്ങും. മരണത്തോടുകൂടി നമ്മുടെ ബർസഖ് തുടങ്ങും. നമുക്കറിയാം, നമുക്ക് 3 സ്ഥാനങ്ങളാണുള്ളത്, 3 ഘട്ടങ്ങളാണ് നമ്മുടെ ജീവിതത്തിനുള്ളത്. ദാറുദ്ദുനിയ, ദാറുൽ ബർസഖ്, ദാറുൽ ആഖിറ. ദുനിയാവിന്റെ ജീവിതം, ബർസഖിലെ ജീവിതം, ആഖിറത്തിലെ ജീവിതം. ഇതിൽ ഏറ്റവും നിസ്സാരമായത്, ഏറ്റവും നൈമിഷികമായതാണ് ദുനിയാവെന്ന് പറയുന്നത്. എത്രയും പെട്ടെന്ന് തീർന്നു പോകുന്നത്. അതിനേക്കാൾ എത്രയോ ദീർഘമാണ് ബർസഖ്. ബർസഖിനേക്കാൾ എത്രയോ നീണ്ടതാണ്, അനന്തമാണ് ആഖിറത്ത്. അതിലേറ്റവും നിലനിൽക്കുന്നതിന് വേണ്ടി അധ്വാനിക്കുക, അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക എന്നുള്ളത് ഒരാളുടെ ബുദ്ധിയുടെ അടയാളമാണ്. അതുകൊണ്ടാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഒരാൾ ആഖിറത്തിനേക്കാൾ ദുനിയാവിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവന്റെ ഈമാനിൽ കുറവുണ്ട്, അല്ലെങ്കിൽ അവന്റെ അഖലിൽ കുറവുണ്ട്. ഈമാനിൽ കുറവുണ്ടെന്ന് പറയാൻ കാരണം, ഈ 3 ഘട്ടങ്ങൾ എനിക്ക് വരാനുണ്ട് എന്നവൻ വിശ്വസിക്കുന്നേ ഉണ്ടാവില്ല. വിശ്വസിക്കാത്തവന് പിന്നെ പേടിക്കേണ്ടതില്ല. അല്ലെങ്കിൽ അവന്റെ അഖലിൽ കുറവുണ്ടാകും. വിശ്വസിച്ചിട്ട് പിന്നെ അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെങ്കിൽ അവന്റെ അഖലിൽ എന്തെങ്കിലും കുറവുണ്ടാകും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു ഘട്ടമാണ് ബർസഖ് എന്ന് പറയുന്നത്. അപ്പോൾ അഖലുള്ള, ബുദ്ധിയുള്ള ഒരു മുഅ്മിനാണെങ്കിൽ അവന്റെ വേവലാതി അതിനെക്കുറിച്ചായിരിക്കും, ബർസഖിനെ കുറിച്ചും ആഖിറത്തിനെ കുറിച്ചുമായിരിക്കും. അപ്പൊ സ്വാഭാവികമായും ബർസഖിനെ കുറിച്ച് ചിന്തിച്ച് പേടിക്കേണ്ട ഒരു പേടിയാണ്, ഒരു വിഷയമാണ് അവിടെയുള്ള ചോദ്യം. ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ചോദ്യം ചോദിക്കുന്ന സന്ദർഭത്തിൽ അവിടെയും പേടിക്കേണ്ടതില്ല, അവിടെയും പ്രതീക്ഷ നഷ്ടപ്പെടേണ്ടതില്ല. അവിടെ പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. ഒരു മുഅ്മിനോട് ഖബറിൽ ചോദ്യം ഉണ്ടാകുമ്പോൾ അവൻ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അവന്റെ വിശ്വാസം, അവന്റെ അഖീദ അവൻ ഖബറിൽ മലക്കുകളോട് പറയും, ഷഹാദത്ത് അവൻ പറയും, അതോടുകൂടി അവൻ രക്ഷപ്പെടും. ഫദാലിക ഖൗലുഹു തആല, അതാണ് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ കാര്യം. يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة. ദുനിയാവിലും ആഖിറത്തിലും അൽ ഖൗലു സാബിത്ത്, ഉറച്ച ഒരു വചനം, അഥവാ ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഈ കലിമ കൊണ്ട് അല്ലാഹു മുഅ്മിനീങ്ങളെ ഉറപ്പിച്ചു നിർത്തും. ചോദ്യം വരുന്ന സമയത്ത് മലക്കുകൾ ചോദിക്കുമ്പോൾ ഈ കലിമ പറയാൻ തോന്നും മുഅ്മിനായ ഒരു മനുഷ്യൻ, അവനതിൽ സംശയം ഉണ്ടാവുകയില്ല. ഈ ആയത്ത് ഖബർ ശിക്ഷക്കുള്ള തെളിവാണ്. ആരാണ് പറഞ്ഞത് തെളിവാണെന്ന്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഖബറിൽ ചോദ്യം ചോദിക്കുമ്പോൾ ഷഹാദത്ത് ചൊല്ലും എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി കൊടുക്കുകയാണ് ചെയ്തത്. മുത്തഫഖുൻ അലൈഹിയായി ബുഖാരിയിലും മുസ്ലിമുള്ള ഹദീസാണ്. അപ്പൊ ഖബർ ശിക്ഷ നിഷേധിക്കുന്ന ആൾക്കാരുണ്ട്. തടവ്, പിന്നെ എന്താ, ജയിൽ പീഡനം എന്നാണ് പറയാം, വിചാരണക്ക് മുമ്പുള്ള ശിക്ഷ. അതുകൊണ്ട് അത് യുക്തിക്ക് ചേരുന്നതല്ല, വിചാരണ കഴിയാതെ ശിക്ഷിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അള്ളാഹ്ക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. ചില തെറ്റുകൾക്ക് അള്ളാഹു ദുനിയാവിൽ തന്നെ ശിക്ഷിക്കും. ആദ്യ സമൂഹ ഗോത്രങ്ങളൊക്കെ ദുനിയാവിൽ തന്നെ ശിക്ഷിച്ചു. അവരുടെ ഹിസാബ് കഴിഞ്ഞിരുന്നോ? ഇല്ല. അപ്പോ ഇവർക്ക് ഖുർആനെതിരാണ് എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നവർ ഖുർആനും എതിരാണ് യഥാർത്ഥത്തിൽ അവരുടെ വാദങ്ങൾ എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ഈ ഹദീസിൽ ഒരു മുഅ്മിന് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണ്? ഈമാനുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ഖബറിലും അവൻ പേടിക്കേണ്ടതില്ല. അവിടെ അവൻ ഉറച്ചു നിൽക്കാൻ പാകത്തിൽ അല്ലാഹു തആല തസ്ബീത്ത് നൽകും, അവനെ ഉറപ്പിച്ചു നിർത്തും. അടുത്ത ഹദീസ് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, عن رسول الله صلى الله عليه وسلم قال إن الكافر إذا عمل حسنة, ഒരു കാഫിർ ഒരു നന്മ ചെയ്താൽ ഉത്ഇമ ബിഹാ തുഅമതൻ മിന ദുനിയ, ദുനിയാവിൽ വെച്ച് അല്ലാഹു അവനൊരു ഭക്ഷണം കൊടുക്കും. ഒരു കാഫിറായ മനുഷ്യൻ, നിഷേധിയായ മനുഷ്യൻ, അല്ലാഹുവിൽ വിശ്വാസമില്ല, ആഖിറത്തിൽ വിശ്വാസമില്ല, മുസ്ലിമല്ല, അങ്ങനെയുള്ള ഒരാൾ ഒരു നന്മ ചെയ്താൽ ചിലപ്പോൾ അവർ നന്മ ചെയ്യും. അവര് സാധുക്കളെ സഹായിക്കും, അവരിൽപ്പെട്ട ചില ആൾക്കാർ വളരെ സത്യസന്ധന്മാരായിരിക്കും, ഇതൊക്കെ ഉള്ളതാണ്. അങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ അവർ അള്ളാഹിന്റെ വജഹ് ഉദ്ദേശിച്ച് തന്നെ ചെയ്യും. റബ്ബ്, ദൈവമുണ്ട്, ഒരു സൃഷ്ടാവുണ്ട്, അവൻ കാണട്ടെ എന്ന് വിചാരിച്ച് തന്നെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ അതിന്റെ കൂടെ ശിർക്കും ചെയ്യുന്നുണ്ടാകും. അങ്ങനെ ഒരു നന്മ ഒരു ഇഖ്ലാസോടെ ചെയ്താൽ, അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ച് ചെയ്താൽ, ഉത്ഇമ ബിഹാ തുഅമതൻ മിന ദുനിയ, ദുനിയാവിൽ വെച്ച് അള്ളാഹു അവന് ഭക്ഷണം കൊടുക്കും. അവൻ എന്തെങ്കിലും ഭൗതികമായ സമ്പത്ത് അള്ളാഹു നൽകും, മറ്റെന്തെങ്കിലും അനുഗ്രഹം അള്ളാഹു ദുനിയാവിൽ കൊടുക്കും. ഇത് അള്ളാഹുവിന്റെ നീതിയാണ് കാണിക്കുന്നത്. അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ച് ജീവിക്കുന്ന ഒരാളാണെങ്കിലും അവന്റെ പ്രവൃത്തിക്കനുസരിച്ചുള്ള പ്രതിഫലം അള്ളാഹു കൊടുക്കാതിരിക്കുകയില്ല. പൂർണ്ണമായ നീതി അള്ളാഹു തആല കാണിക്കും. ഇത് നമുക്കുമുള്ള ഒരു ഗുണപാഠമാണ്. നമ്മൾ ഇതുപോലെ നീതി കാണിക്കണം. ഏത് ശത്രുക്കളാണെങ്കിലും അവരുടെ അളവിനനുസരിച്ച്, അവരുടെ തിന്മയുടെ അളവിനനുസരിച്ചായിരിക്കണം നമ്മൾ അവരോട് പെരുമാറുന്നത്. അള്ളാഹു തആല പറഞ്ഞതായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പറഞ്ഞതായി ഖുർആനിൽ കാണാം, വഉമിർതു ലിഅഅദില ബൈനക്കും, നിങ്ങൾക്കിടയിൽ നീതി കാണിക്കാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ മുശ്രിക്കുകളുണ്ട്, അഹ്ലുൽ കിതാബുണ്ട്, എല്ലാവരോടും നീതി കാണിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ നീതിയുടെ ഭാഗമാണ് കാഫിറിനും മുശ്രിക്കിനും ദുനിയാവിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകുക എന്നുള്ളത്. വഅമ്മൽ മുഅ്മിൻ, എന്നാൽ മുഅ്മിനാണെങ്കിലോ فإن الله يدخر له حسناته في الآخرة, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രതിഫലം, അവന്റെ പുണ്യങ്ങളുടെ പ്രതിഫലം ആഖിറത്തിലേക്ക് വേണ്ടി എടുത്തു വെക്കും, ശേഖരിച്ചു വെക്കും. വയുഅ്തിബുഹു റിസ്ഖൻ ഫി ദുനിയ അലാ തആതിഹി, ദുനിയാവിലും അവന് അവന്റെ പുണ്യത്തിനനുസരിച്ച് അല്ലാഹു തആല റിസ്ഖ് നൽകുകയും ചെയ്യും. ഒരു മുഅ്മിന് അവൻ ചെയ്ത നന്മകൾക്ക് അവൻ അല്ലാഹു തആല പ്രതിഫലം ദുനിയാവിലും കൊടുക്കും, ആഖിറത്തിലും കൊടുക്കും. കാഫിറിന് ദുനിയാവിൽ മാത്രമായിരിക്കും അവന്റെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം ഉണ്ടാവുക. ഇത് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. എന്താണ് ഇതിലുള്ള പ്രതീക്ഷ? ഒരാളൊരു നന്മ ചെയ്താൽ അതിന് പ്രതിഫലമൊന്നും ദുനിയാവിൽ കാണുന്നില്ല. നമ്മൾ ചെയ്തതിന് നഷ്ടമാണ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഭൗതികമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നന്മകൾ ചെയ്യുന്നതനുസരിച്ച് പുറകോട്ടാണ് പോകുന്നത്. എന്നാൽ നമ്മൾ വിഷമിക്കേണ്ടതില്ല. കാരണം നമ്മുടെ സ്ഥാനം, നമുക്ക് പ്രതിഫലം കിട്ടാനുള്ള വേദി അത് പരലോകമാണ്. ദുനിയാവ് എന്ന് പറയുന്നത് കാഫിറിന് പ്രതിഫലം കൊടുക്കാനുള്ള വേദിയാണ്. കാഫിറിന് ദുനിയാവ് മാത്രമാണുള്ളത്. നമുക്ക് ഇവിടെയും അവിടെയുമുണ്ട്. ഇവിടെ കുറഞ്ഞു പോയാൽ അത് ആഖിറത്തിൽ നാളെ ഉണ്ടായിരിക്കും എന്നതിൽ സംശയമില്ല. അടുത്ത ഹദീസ് അൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസലു സ്വലവാത്തിൽ ഖംസ്, 5 നേരത്തെ നമസ്കാരത്തിന്റെ ഉപമ കമസലി നഹ്രിൻ ജാരിൻ ഗംറിൻ അലാ ബാബി അഹദിക്കും, നിങ്ങളുടെ വീടിന് മുന്നിലൂടെ, വാതിലിന് മുന്നിലൂടെ വളരെ നിറഞ്ഞു കവിഞ്ഞു ഒഴുകുന്ന ഒരു പുഴയുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? അതുപോലെയാണ് 5 നേരത്തെ നമസ്കാരം എന്ന് പറയുന്നത്. യഖ്തസിലു മിൻഹു കുല്ല യൗമിൻ 5 മർറാത്ത്, ആ വീട്ടുകാരൻ 5 നേരം, ഓരോ ദിവസവും 5 നേരം ആ പുഴയിൽ മുങ്ങി കുളിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമസ്കാരത്തിന്റെ ഫضل ഈ ഹദീസിന് മനസ്സിലാക്കാം. 5 നേരം ഒരാൾ കുളിച്ചാൽ അയാളുടെ ശരീരം എങ്ങനെയായിരിക്കും? 5 നേരം വേണ്ട, നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഒരു പുഴയിൽ പോയി കുളിച്ചാൽ നമുക്ക് വളരെ ഉന്മേഷം ഉണ്ടാകും. അപ്പൊ ദിവസവും കുളിക്കുകയാണെങ്കിലോ 5 നേരം കുളിക്കുകയാണെങ്കിലോ, കാരണം ഒഴുകുന്ന വെള്ളമാണ്, പുഴയിലെ വെള്ളമാണ്, ശുദ്ധമായ വെള്ളമാണ്. അതിൽ കുളിച്ചാൽ എന്തെങ്കിലും മാലിന്യം നമ്മുടെ ശരീരത്തിൽ ബാക്കിയുണ്ടാകുമോ? ഇല്ല. അതുപോലെയാണ് നമസ്കാരം. ഒരു ഹദീസിൽ കാണാം, തഹ്തരിഖൂന തഹ്തരിഖൂൻ, നിങ്ങൾ പാപങ്ങൾ ചെയ്തുകൊണ്ട് കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തുമ്മ തുസല്ലൂന അൽ ഫജ്ർ, പിന്നീട് നിങ്ങൾ ഫജ്ർ നമസ്കരിക്കും, അങ്ങനെ അല്ലാഹു നിങ്ങളെ ശുദ്ധീകരിക്കും എന്ന് പറഞ്ഞൊരു ഹദീസ് കാണാം. പിന്നെയും നിങ്ങൾ തഹ്തരിഖൂന തഹ്തരിഖൂൻ, നിങ്ങൾ തെറ്റ് ചെയ്ത് കരിഞ്ഞുകൊണ്ടിരിക്കും, പിന്നീട് നിങ്ങൾ ളുഹ്ർ നമസ്കരിക്കും. അപ്പൊ തെറ്റ് ചെയ്യുക എന്നുള്ളത് മനുഷ്യന്റെ പ്രകൃതിയുടെ ഭാഗമാണ്. അള്ളാഹു മനുഷ്യനിൽ സൃഷ്ടിച്ചിട്ടുള്ള അവന്റെ വിധിയാണ്.
പക്ഷേ അതിനുള്ള പരിഹാരവും അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. 5 നേരത്തെ നമസ്കാരം. അപ്പൊ തെറ്റ് ചെയ്തു എന്നതുകൊണ്ട് നമസ്കാരത്തിൽ നിന്നും പള്ളിയിൽ നിന്നും അകന്നു പോകുകയല്ല വേണ്ടത്. ആ തെറ്റ് ചെയ്തവർക്ക് കൂടി ഉള്ളതാണ് നമസ്കാരം. അവിടെ ആ കരിഞ്ഞ ശരീരം അത് ശുദ്ധീകരിക്കാനുള്ളതാണ് നമസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. 5 നേരം നമസ്കരിക്കാത്തവരാരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല ഇൻഷാ അല്ലാഹ്. അപ്പൊ ഈ നമസ്കാരത്തോട് കൂടുതൽ ആവേശം കാണിക്കേണ്ടതുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചതുപോലെ ആയിരിക്കും, ലാഹിറായും ബാത്തിനായും. അതിന്റെ അകവും പുറവും സുന്നത്തിനോട് യോജിച്ച രീതിയിലാണെങ്കിൽ ഈ പറഞ്ഞ വലിയ പ്രതിഫലം നമുക്കുണ്ടാകും. അടുത്ത ഹദീസ് അത് വായിച്ച് നമുക്ക് നിർത്താം. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം വായിക്കാം. عن ابن عباس رضي الله عنهما قال سمعت رسول الله صلى الله عليه وسلم يقول ما من رجل مسلم يموت فيقوم على جنازته 40 رجلا لا يشركون بالله شيئا. മുസ്ലിമായ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ എന്നിട്ട് 40 മുഅ്മിനീങ്ങൾ മുസ്ലിമീങ്ങൾ അവനു വേണ്ടി മയ്യിത്ത് നമസ്കരിക്കുകയും ചെയ്താൽ ലാ യുശ്രികൂന ബില്ലാഹി ഷൈഅ. ഈ മയ്യിത്ത് നമസ്കരിക്കുന്നവരുടെ പ്രത്യേകത അവർ അല്ലാഹുവിൽ പങ്കു ചേർക്കുകയില്ല, ശിർക്ക് ചെയ്യാത്ത ഇഖ്ലാസുള്ള തൗഹീദുള്ള 40 ആളുകൾ മയ്യിത്ത് നമസ്കരിച്ചാൽ ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീഹി, അവന്റെ കാര്യത്തിൽ അവരുടെ ശുപാർശ അല്ലാഹു സ്വീകരിക്കാതിരിക്കുകയില്ല. അഥവാ മയ്യിത്ത് നമസ്കാരത്തിൽ അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹു അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കണം, റഹ്മത്ത് ചെയ്യണം, ഇവന് ദുനിയാവിനേക്കാൾ നല്ല വീടാക്കി മാറ്റണം അവന്റെ ബർസഖും ആഖിറത്തും ഒക്കെ, ദുനിയാവിലെ കുടുംബത്തേക്കാൾ നല്ല കുടുംബത്തെ നൽകണം, ദുനിയാവിലെ വീടിനേക്കാൾ നല്ല വീട് നൽകണം എന്നൊക്കെ പറയുന്ന ഈ പ്രാർത്ഥന ശഫഅഹുമുല്ലാഹു ഫീഹി, അവിടെ ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. ഇത് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ഹദീസാണ്. നമ്മളൊക്കെ മരിച്ചാൽ നമുക്ക് വളരെ പേടിക്കേണ്ട കാര്യങ്ങളാണ് പിന്നീട് വരാനുള്ളത്, ബർസഖിലും മഹ്ശറിലും ഒക്കെ. പക്ഷെ അതിനുള്ള പരിഹാരമാണ്, അതിന് പരിഹാരമാകുന്ന ഒരു സബബാണ് അല്ലാഹു തആല പറഞ്ഞു തരുന്നത്. 40 മുഅ്മിനീങ്ങൾ മുവഹ്ഹിദീങ്ങൾ പ്രാർത്ഥിച്ചാൽ അല്ലാഹു സ്വീകരിക്കും. പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാം. ഈ ഹദീസിന്റെ ആശയമായി മുഅ്മിനീങ്ങളായ തൗഹീദും ഇഖ്ലാസുമുള്ള സുഹൃത്തുക്കളെ വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രോത്സാഹനം കൂടിയാണ് ഈ ഹദീസ്. നല്ല ആളുകളുമായി നമുക്ക് ബന്ധമുണ്ടെങ്കിൽ അവർ നമ്മുടെ മയ്യിത്ത് നമസ്കരിക്കും, അവരുടെ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കും. അപ്പൊ ഇതും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. തൗഹീദോടുകൂടി ഒരാൾ മരിച്ചാൽ തൗഹീദുള്ള 40 ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്താൽ അല്ലാഹു അത് സ്വീകരിക്കും. ഇത് എത്ര വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അവന്റെ ദീനിൽ തൗഹീദിലും സുന്നത്തിലും ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما وصل اللهم وسلم وبارك على عبدك ورسولك نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين.